ഞാൻ വീണ്ടും ഈ സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവവചനം പഠിക്കുവാനായിട്ട് നൽകിയിരിക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതായ വേദഭാഗം 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യം അതാണ്. എന്താണ് നിർബന്ധം? നിർബന്ധം എന്ന് പറയുന്നത് കൽപ്പനയുടെ ഒരു നിർബന്ധമല്ല. പ്രത്യേകത എന്താണ്? ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിനത്ത് മീ. അതുകൊണ്ട് എനിക്ക് സുവിശേഷം അറിയിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മൾ ഇന്നലെ രാത്രിയിൽ കണ്ടു, ഞാൻ യവനന്മാർക്കും ജ്ഞാനികൾക്കും അജ്ഞാനികൾക്കും ബർബരന്മാർക്കും എല്ലാവർക്കും ഞാൻ കടക്കാരനാകുന്നു എന്ന് കണ്ടു. എന്താണ് കടക്കാരൻ എന്ന് പറയാൻ കാര്യം? അവർക്ക് കൊടുക്കാനുള്ള ഒരു കാര്യം എൻ്റെ കയ്യിൽ ഉണ്ട്, ഞാനത് കടക്കാരനാണ്. അപ്പോൾ ഞാൻ സുവിശേഷം അറിയിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടം വീട്ടുന്നെന്നുള്ളതേ ഉള്ളൂ. കടം വീട്ടുന്നതിൻ്റെ പേരിൽ ആരും അത്ര വലിയ പ്രശംസയൊന്നും പറയാനൊന്നുമില്ലല്ലോ. ചിലരൊക്കെ അങ്ങനെയാണ്. ചിലർ കടം വീട്ടുന്നത് തന്നെ ഔദാര്യം ചെയ്യുന്നത് പോലെയാണ്. കടം വാങ്ങിക്കാൻ നേരം ഭയങ്കര നമുക്കറിയാമല്ലോ, നമുക്കെല്ലാം ഇതൊക്കെ പരിചയമുള്ളത് കൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കടം വാങ്ങിക്കാൻ ഒരാൾ വരുമ്പോഴത്തേക്ക് എന്തോരം ഭവ്യതയും മറ്റുമായിരിക്കും അല്ലേ. ഇല്ലെങ്കിൽ മരിച്ചു പോകുന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ കടം വീട്ടേണ്ട കാര്യം വരുമ്പോൾ നമ്മൾക്ക് എന്തോ ഔദാര്യം ചെയ്യുന്ന മട്ടിലാണ് പലപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഒരു വ്യക്തി ഒരു ആളുടെ അടുത്ത് ചെന്നിട്ട് ബാങ്കിൽ ഒരു ലോൺ എടുക്കാനായിട്ട് സഹായിക്കണമെന്ന് പറഞ്ഞു. ബാങ്കിൽ ലോൺ എടുത്തു. പക്ഷേ ലോൺ എടുത്തിട്ട് ഇങ്ങോട്ട് പൈസ ഒന്നും തിരിച്ചടയ്ക്കുന്നില്ല. അപ്പോൾ ബാങ്കിൻ്റെ മാനേജർ ഈ വ്യക്തിയെ വിളിച്ചിട്ട് ചോദിച്ചു, പുള്ളി പൈസ അടയ്ക്കുന്നില്ലല്ലോ, എന്താ ചെയ്യുന്നത്? ഉടനെ ഒരു ഡിസ്കഷന് ശേഷം അവർ കുടുംബമായിട്ട് തീരുമാനിച്ചു, സാരമില്ല, നമുക്ക് ഈ ലോണ് അങ്ങ് തിരിച്ചടച്ചേക്കാം. അപ്പോൾ തിരിച്ചടച്ചേക്കാമെന്ന് വെച്ച് ആദ്യത്തെ ഗഡു അടയ്ക്കാനായിട്ട് ഇവരെ വിളിച്ച് പറഞ്ഞു, പൈസ നിങ്ങൾ കൊണ്ടുവരണ്ട, പൈസ ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് ഒന്ന് അടയ്ക്കാൻ പറഞ്ഞു. അവർ ഒരു ദിവസം വന്നു, ഈ ബാങ്കിലെ പൈസ തിരിച്ചടച്ചു. രണ്ടാമത്തെ പ്രാവശ്യം മാസം പണം അടയ്ക്കാറായപ്പോൾ വിളിച്ചു, ചേച്ചി ഇതുപോലെ പണം ഇവിടെ ഇരിപ്പുണ്ട്, കൊണ്ടുപോയി അടയ്ക്കാമോ? അത് മോനെ എനിക്ക് അത്ര സുഖമില്ല ശരീരത്തിന്, ഇപ്പം മോൻ തന്നെ കൊണ്ടുപോയി അങ്ങ് അടച്ചേര്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടം വീട്ടാൻ നമ്മൾ പണം കൊടുക്കുമ്പോൾ പോലും അതുകൊണ്ട് ബാങ്കിലോട്ടൊന്ന് അടയ്ക്കുന്നത് പോലും എന്താണ് ഒരു വലിയ ഔദാര്യം ചെയ്യുന്നത് പോലെ ചെയ്യുന്നു. അതുകൊണ്ട് പല സമയത്തും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കടക്കാരാണെന്നുള്ള എന്ന് പറയുമ്പോഴും ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടം വീട്ടുമ്പോൾ നമുക്കിങ്ങനെ ഒരു കാര്യം കാണിക്കാൻ അവകാശമുണ്ടോ? ശരിക്കും ഇല്ല. ഞാൻ ഒരാളോട് കടം വാങ്ങിച്ചിട്ട് കടം വീട്ടി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് എനിക്ക് പ്രശംസിപ്പാൻ വല്ലതും ഉണ്ടോ? ഇല്ല. നമ്മളൊരാളെ സഹായിക്കുകയാണെങ്കിൽ, കടം കൊടുക്കുകയാണെങ്കിൽ പിന്നെയും വേണ്ടിയല്ല. പക്ഷേ ഈ കടം വീട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശംസിപ്പാനുണ്ടോ? ഇല്ല. ഇതുപോലെ മാത്രമേ ഉള്ളൂ ഞാൻ സുവിശേഷം അറിയിക്കുമ്പോൾ എന്നാണ് പോൾ ഇവിടെ പറയുന്നത്. അല്ലാതെ ഞാൻ സുവിശേഷം അറിയിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശംസിപ്പാനോ പുകഴുവാനോ ഞാൻ എന്തോ ഔദാര്യം ചെയ്തെന്ന് പറയാനോ ഉള്ള യാതൊരു കാര്യമില്ല. കാര്യം ഇത് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത്, ഞാൻ കടം വീട്ടുന്നത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുകയൊന്നുമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത് ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ദി ആക്ട് ഓഫ് റിക്കൺസിലിയേഷൻ, ദി മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ ആൻഡ് ദി മെസ്സേജ് ഓഫ് റിക്കൺസിലിയേഷൻ. ആക്ട് ഓഫ് റിക്കൺസിലിയേഷൻ, നിരപ്പിൻ്റെ പ്രവൃത്തി ചെയ്തതാരാണ്? യേശു കർത്താവാണ്. എന്നാൽ നമ്മളെ ദൈവം നിരപ്പിൻ്റെ ശുശ്രൂഷ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പക്ഷെ നിരപ്പാക്കാനൊന്നും നമ്മൾക്ക് കഴിവൊന്നുമില്ല. എന്താണ് നിരപ്പിൻ്റെ ശുശ്രൂഷ? യേശു കർത്താവ് നിരപ്പിൻ്റെ പ്രവൃത്തി ചെയ്തു എന്നുള്ള മെസ്സേജ് കൊണ്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ സ്റ്റോറിയിൽ നമ്മൾ കണ്ടതുപോലെ ഒരു പാർഡൻ നോട്ട്, നമ്മളിപ്പം ദയാഹർജി അർപ്പിക്കുന്നതായ ഒരു വ്യക്തി, അവനെ ഇല്ലെങ്കിൽ തൂക്കിക്കൊല്ലും. തൂക്കിക്കൊലയ്ക്ക് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനായ വ്യക്തി പ്രസിഡന്റിനൊരു ദയാഹർജി അപേക്ഷിച്ചു. പ്രസിഡന്റ് ഒരു പാർഡൻ നോട്ട് എഴുതി അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കൊടുത്തു, ഇത് കൊണ്ടുപോയി ഓഫീസിൽ അല്ലെങ്കിൽ ഇത് ഈ വ്യക്തിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ. ആ വ്യക്തിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഇവനാണോ ക്ഷമിക്കുന്നത്? അല്ലല്ലോ. ഇവൻ എന്തെങ്കിലും ചിലവുണ്ടോ? ഒന്നുമില്ല. ക്ഷമിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. പക്ഷേ ഇവൻ്റെ വരവും പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവനാണ് ക്ഷമിക്കുന്നതെന്ന് തോന്നിപ്പോവും. ഇതുപോലാണ് പലരുടെയും സുവിശേഷ വേല കണ്ടു കഴിഞ്ഞാൽ അവരേതാണ്ട് വില കൊടുത്തതുപോലെയാണ് പലപ്പോഴും ഇടപെടുന്നത്. പക്ഷേ ആരാണ് വില കൊടുത്തത്? ആരാണ്? യേശുവാണ് വില കൊടുത്തത്. ആ ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഒരു വെറുതെ ആൾ കളിക്കേണ്ട കാര്യമൊന്നുമില്ല, വെറുതെ പ്രശംസിക്കേണ്ട കാര്യമൊന്നുമില്ല.
അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. കാര്യം ഇതുപോലെ ഒരു ദയാഹർജി കൊടുത്തേച്ച് ഒരിക്കൽ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ ഒരു ദയാഹർജി കൊടുത്തേച്ച് പിതാവായ ദൈവത്തിന് കരുണ തോന്നിയതുകൊണ്ട് പുത്രനെ അയച്ച് എന്നെ വീണ്ടെടുത്തെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ശരിക്കും ഇതിന് വില കൊടുത്ത ആൾ ഞാനാണ്. ഇതിൻ്റെ വില കൊടുക്കേണ്ടയാൾ, അല്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ വില, ഞാൻ കൊടുത്ത വിലയല്ല. എന്താണ് ശരിക്കും ആരാണ് വില കൊടുത്തിരിക്കുന്നത്? യേശു കർത്താവാണ് വില കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നമുക്കിതിനകത്ത് പുകഴാനായിട്ട് യാതൊരു കാര്യവുമില്ല. ഫോർ ഇഫ് ഐ പ്രീച്ച് ദ ഗോസ്പൽ ഐ ഹാവ് നോ ഗ്രൗണ്ട് ഫോർ ബോസ്റ്റിംഗ്. പ്രശംസിപ്പാനൊന്നുമില്ല. ചിലപ്പോൾ സുവിശേഷ വേല ചെയ്യുന്ന ആളുകൾ തന്നെ പ്രശംസിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നാറുണ്ട്. അതായത് ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരാൾ ഇറങ്ങിയാൽ തന്നെ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം. ഞാനിവിടെ പ്രസംഗിക്കുന്നതായ കാര്യത്തിൽ നിന്ന്, ഇവിടെ നിന്ന് എല്ലാവരെയും ജോലി രാജിവെപ്പിച്ച് സുവിശേഷ വേലയ്ക്ക് കൊണ്ടുപോകാനൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാവരും സുവിശേഷകരായിരിക്കണം. അതാണ് വേദപുസ്തകത്തിൻ്റെ കാര്യം. അതായത് നമ്മളെല്ലാവരും സാക്ഷികളാകുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. ഒരാൾ ജോലി രാജിവെക്കാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടാൽ ജോലി രാജിവെക്കുക, അല്ലെങ്കിൽ വേണ്ട. അതല്ല. അതായത് ഇന്ന് സുവിശേഷീകരണത്തിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പാളിച്ച, സുവിശേഷീകരണം എന്ന് പറയുന്നത് ചില പ്രത്യേക വ്യക്തികൾ, അതിനായി വിളിക്കപ്പെട്ടവരായ ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇന്ന് സുവിശേഷ വേല നടക്കാത്തത്. ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ മറക്കരുത്. ദ ഫ്യൂച്ചർ ഓഫ് ഇവാഞ്ചലിസം ഈസ് നോട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലർജി, ഇറ്റ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ ലൈക്ക് യു ആൻഡ് മീ. സുവിശേഷീകരണത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഈ ക്ലർജിയുടെയോ പ്രത്യേകം വിളിക്കപ്പെട്ട ആളുകളുടെയോ ക്രൂസൈഡ് പ്രീച്ചേഴ്സിൻ്റെയോ ഒന്നും കയ്യിലല്ല, ഈ TV ഇവാഞ്ചലിസ്റ്റുകളുടെ കയ്യിലല്ല. സുവിശേഷീകരണം അതിൻ്റെ ഭാവി എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും കയ്യിലാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്ന് സുവിശേഷീകരണത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന മിഷണറീസും പ്രശംസിക്കാൻ പാടില്ല, അല്ലാത്തവരും പ്രശംസിക്കാൻ പാടില്ല. കാര്യം ഇത് പ്രശംസിപ്പാനുള്ളൊരു കാര്യമല്ല. മിഷണറിമാർ പ്രശംസിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവം ഒരു അവസരം തന്നതല്ലേ നമുക്ക് അവൻ്റെ സാക്ഷിയാകുവാൻ തക്കവണ്ണം. നമ്മൾ ആദ്യത്തെ ദിവസം കേട്ടതുപോലെ ദൂതന്മാർ പറഞ്ഞതാ ഞങ്ങൾ പോയി സുവിശേഷം അറിയിച്ചോളാമെന്ന്. കർത്താവ് പറഞ്ഞു വേണ്ട, വീണ്ടെടുക്കപ്പെട്ടവർ മാത്രം പറഞ്ഞാൽ മതിയെന്ന്. ദൂതന്മാരെ വീണ്ടെടുക്കാനല്ല യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. എന്തിനു വേണ്ടിയാണ് വന്നത്? നമ്മളെ, മനുഷ്യരായ പാപികളായ നമ്മളെ, അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമേ എന്ത് പറയാനുള്ള അവകാശമുള്ളൂ? വീണ്ടെടുപ്പിൻ്റെ സുവിശേഷം അറിയിക്കുവാനുള്ള അവകാശമുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇത് വീണ് കിട്ടിയ അവസരമാണ്. ദൂതന്മാരായിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന്, ദൂതന്മാർ വേണ്ട, ഇവിടുത്തെ ഇവൻറ്റ് മാനേജേഴ്സിനെ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ ഇതിനേക്കാൾ എത്രയോ പെട്ടെന്ന് സുവിശേഷം അറിയിച്ചേനെ. ചില ആളുകൾ പറയാറുണ്ട്, സുവിശേഷം അറിയിക്കാൻ ദൈവം കൊക്കക്കോളക്കാരനെ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ അവൻ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ലോകം മുഴുവൻ സുവിശേഷം ഏൽപ്പിച്ചേനെ. അത്ര പോലും ഒരു ഉൾബോധ്യം നമുക്കില്ലാതായി പോയിരിക്കുന്നല്ലോ. ഒരു കൊക്കക്കോളക്കാരൻ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന ആൾ, അയാൾക്ക് കിട്ടുന്ന ചില്ലറ പൈസയ്ക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട് ലോകം മുഴുവൻ ബ്രാൻഡ് ഉണ്ടാക്കാൻ പരിശ്രമിക്കുമ്പോൾ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് എന്തുകൊണ്ട് യേശു ഒരു ബ്രാൻഡ് ആക്കാൻ, യേശുവിനെ, ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ വേണം എടുക്കാൻ, ഒരിക്കലും നിങ്ങൾ വാക്കുകളെ എടുക്കരുത്. ഇന്ന് കൊക്കക്കോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏത് മൂലയിലും കോണിലും ചെന്നാലും കൊക്കക്കോളയെ ആളുകൾക്കറിയാം, പക്ഷേ യേശുവിനെ അറിയത്തില്ല. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക്. എന്തുകൊണ്ട് 2000 വർഷം, കൊക്കക്കോള 2000 വർഷം കൊണ്ടൊന്നുമല്ല ഇത് നേടിയെടുത്തത്. 2000 വർഷം നമ്മൾ യേശുവിൻ്റെ പ്രചാരകരായിട്ട് ഇന്നും യേശുവിനെ നിങ്ങളുടെ അയൽവക്കത്ത് പോലും അറിയാൻ വയ്യാത്ത സ്റ്റേജുണ്ട്. അതൊരു ഒരു കഷ്ടമായ കാര്യമാണ്. എന്നിട്ട് നമ്മൾ എന്താണ് പ്രശംസിക്കുന്നത്? ഈ കൊക്കക്കോളക്കാരൻ്റെ, പൈസയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന കൊക്കക്കോളക്കാരൻ്റെ അത്രയെങ്കിലും ആത്മാർത്ഥത യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇതിന് എത്രയോ മുമ്പ് തന്നെ നമ്മുടെ നാടും വീടും രാജ്യവും സുവിശേഷീകരിക്കപ്പെട്ടേനെ എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നത് പണം കിട്ടാൻ വേണ്ടിയല്ല, പണം ഓർത്തല്ല, പക്ഷെ നമുക്ക് വേണ്ടി നമ്മളെ വീണ്ടെടുത്തവനായ, അതിനുവേണ്ടി രക്തമൊഴുക്കി കൊടുത്തവനായ യേശു കർത്താവിൻ്റെ രക്തമാണ് നമ്മളെ ഇത്രയും വ്യാപകമായ നിലയിൽ, ഇത്രയും നമ്മളെ അതിനുവേണ്ടി, അതാണ് നമ്മളുടെ പ്രേരണാശക്തി എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അവൻ തൻ്റെ സ്നേഹത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് പകരമായിട്ട് കാൽവറി ക്രൂശിൽ മരിച്ചു. വേറെ ഒന്നും എനിക്ക് വിഷയമല്ല. ഇതിനകത്ത് പ്രയോജനവും മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ ചെയ്യുന്ന കാര്യത്തിന് അവൻ എനിക്ക് നൽകിയ ഒരു അവസരമെന്ന് മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാനൊരു പരാജയമായിരുന്നപ്പോഴും അവൻ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്, അല്ലേ? ഞാൻ വിജയിയായിരുന്നപ്പോഴല്ല തിരഞ്ഞെടുത്തത്. നമുക്ക്
ബാക്കിയുള്ള ഏത് ജോലിക്കും ആളുകൾ എന്ത് ചോദിക്കും? നമ്മളുടെ വിജയകഥകളെല്ലാം ചോദിച്ചിട്ടാണ് അവനെ എടുത്താൽ കൊള്ളാമെന്ന്. പക്ഷെ നമ്മൾ എന്തോ വിജയകഥയും കൊണ്ട് നമ്മളങ്ങോട്ട് ചെയ്യുന്നത്? നമ്മുടെ പരാജയത്തിൻ്റെ കഥകളല്ലാതെ വല്ലതും നമുക്ക് യേശുവിൻ്റെ അടുത്ത് പറയാനുണ്ടായിരുന്നു. എന്നിട്ടും കർത്താവ് പറഞ്ഞു, നീ എന്ത് ചെയ്യുക? എൻ്റെ സാക്ഷിയാവുക എന്ന് പറഞ്ഞു. അവൻ്റെ സാക്ഷിയാകാൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അവസരം വേറെ ഒന്നുമില്ല. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ളതല്ലാതെ വേറെ യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് എനിക്ക് പ്രശംസിപ്പാനായിട്ട് ഒന്നുമില്ല. ഞാൻ എത്ര കഷ്ടം സഹിക്കേണ്ടി വന്നാലും അതിനകത്തൊന്നുമില്ല. ഞാൻ ഇന്നലെ പോൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ദിസ് മിനിസ്ട്രി ഈസ് എൻട്രസ്റ്റഡ് അപ്പോൺ മീ. ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങളെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് പകരം ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി നിന്നുകൊണ്ട് നിങ്ങളോട് ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് അഭ്യർത്ഥിക്കുന്നു. വി അപ്പീൽ, അപേക്ഷിക്കുന്നു എന്നല്ല, അഭ്യർത്ഥിക്കുന്നു. ദാറ്റ് മീൻസ് ഇറ്റ്സ് ആൻ അപ്പീൽ. അത് ചെയ്തേ പറ്റുള്ളൂ. അത് ചെയ്യണം എന്ന് ഞങ്ങൾ മനുഷ്യനെ പേഴ്സ്യൂ ചെയ്യുന്നു. എന്തുകൊണ്ട്? ബിക്കോസ് ദ ലവ് ഓഫ് ഗാഡ് കൺസ്ട്രെയിനത്ത് മീ. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അതിനിടയ്ക്ക് എനിക്ക് ഒരു പക്ഷേ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം, കഷ്ടം സഹിക്കേണ്ടി വന്നേക്കാം, നഷ്ടം സഹിക്കേണ്ടി വന്നേക്കാം, ഒരുപക്ഷെ ജീവൻ അപകടത്തിലായേക്കാം. ആയിക്കോട്ടെ, അതെനിക്ക് ലഭിക്കുന്നൊരു വലിയ പദവിയായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അത് ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഞാൻ സഹിക്കുന്ന യാതൊരു കാര്യങ്ങളും, ഒരു കാര്യങ്ങളും അതിനെ ബോസ്റ്റ് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല. പലപ്പോഴും സുവിശേഷകരൊക്കെ ബോസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. അവർ സഹിക്കുന്ന ചൂട്, അവർ സഹിക്കുന്ന തണുപ്പ്, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഓരോ കാര്യങ്ങൾ അവർ പറയുന്നത് ഞങ്ങൾ അതിലേക്കൂടെ മറ്റുള്ളവർ സഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവർ സഹിക്കുന്നില്ല താനും. ഞാനൊരു ബ്രോഷർ ഒരിക്കൽ കണ്ടപ്പോഴത്തേക്ക് പുറം രാജ്യങ്ങളിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരു ബ്രോഷറാണ്. നോർത്ത് ഇന്ത്യയിലെ ഒരു ഫാമിലി പ്രൊഡ്യൂസ് ചെയ്തൊരു ബ്രോഷർ. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ താമസിക്കാൻ ചെന്നപ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. ആ വീട്ടിലേക്ക് കയറി പോകണമെങ്കിൽ പശുവിൻ്റെ തൊഴുത്തിലൂടെ വേണം കയറി പോകാൻ. ഇവിടെ വടക്കേ ഇന്ത്യയിലെ എല്ലാ വീടിൻ്റെയും, കാശുള്ളവൻ്റെ എല്ലാ വീടിൻ്റെ മുമ്പിൽ എന്തോ ഉണ്ട്? ഒരു തൊഴുത്തുണ്ട്. അവർ മാത്രമാണോ തൊഴുത്തിലൂടെ കയറി പോകുന്നത്? എല്ലാവരും തൊഴുത്തിലൂടെയാണ് കയറി പോകുന്നത്. കാര്യം അതവരൊരു ഐശ്വര്യമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെയായിരുന്നു ഇല്ലേ? ഞാനൊരു തറവാട് വീട്ടിലാണ് ജനിച്ചത്. ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന വഴിക്കായിരുന്നു തൊഴുത്ത് അല്ലേ. അത് കഴിഞ്ഞിട്ട് നടുമുറ്റത്തേക്ക് കയറി, അങ്ങനെയായിരുന്നു നമ്മളുടെ വീട്. അങ്ങനത്തെ ഒരു വീടാണ്. ഞാൻ 150 വർഷം പഴക്കമുള്ളൊരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമ്മളിതെല്ലാം മാറ്റി അന്നത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അതാണ് ഒരു വലിയ കാര്യമായിട്ട് ചിന്തിച്ചിരിക്കുന്നത്. ആളുകൾ കാണുമ്പോൾ വലിയ ഒരു തൊഴുത്ത് മുന്നിൽ കാണും. ഇന്ന് അത്രയും ആ തൊഴുത്തുണ്ടെങ്കിൽ ഒരു വീട് താമസിക്കാനുള്ള വീടിനുള്ള അത്രയും വലിപ്പമുള്ള ഒരു തൊഴുത്ത്, അതിന് വലിയ സൈഡിൽ മുറികളും പശുവിന് വേണ്ടി ഇതൊക്കെ ഇടാനുള്ള മുറികളും എല്ലാം ഉള്ള ഒരു തൊഴുത്ത്. അത് ഒരു പ്രൗഢിയായിട്ടാണ് നമ്മൾ ചിന്തിച്ചിരുന്നത് അല്ലേ? ഒരു കുടുംബത്തിൻ്റെ പ്രൗഢിയായിട്ടാണ് ചിന്തിച്ചിരുന്നത്. അതിനകത്ത് എന്താ അത്ഭുതം? ഞാൻ പശുവിൻ്റെ തൊഴുത്തിലൂടെയാണ് അകത്തേക്ക് കടന്നു പോയത്. അങ്ങനെ എല്ലാവരും കടന്നു പോകുന്നത്. ഇതെന്തിനാ ഈ പറയുന്നത്? കർത്താവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങളുടെ കണക്ക് പറയാമെന്ന് പറയുന്നുണ്ടല്ലോ. കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടങ്ങളെ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സി.ടി. സ്റ്റഡ് പറഞ്ഞ വാചകം ഞാൻ ചില കാര്യങ്ങൾ പിന്നെയും പറയുന്നത് എൻ്റെ ഹൃദയത്തൊക്കെ അങ്ങ് വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സി.ടി. സ്റ്റഡ് ആഫ്രിക്കയിൽ സുവിശേഷ വേല ചെയ്ത ആളാണ്, ചൈനയിൽ സുവിശേഷ വേല ചെയ്ത ആളാണ്. അദ്ദേഹം സഹിച്ചതിൻ്റെ 1000-1 ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റും സഹിച്ചിട്ടില്ല. എനിക്ക് 100% ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും മറ്റുള്ള കാര്യങ്ങളും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സി.ടി. സ്റ്റഡ് ത്യജിച്ചതുപോലെ, നടത്തിയ ത്യാഗം പോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റും ത്യാഗം നടത്തിയിട്ടില്ല എന്നെനിക്കറിയാം. എന്നിട്ട് അദ്ദേഹത്തോട് എല്ലാവരും പറയും, ചാൾസ്, യു ആർ മേക്കിംഗ് എ ബിഗ് സാക്രിഫൈസ്. ശരിയാണ്, പുറത്ത് നമ്മൾ നോക്കുമ്പോൾ വലിയ സാക്രിഫൈസാണ്. 100-ലേറെ മുറികളുള്ള ഒരു വീട്ടിൽ ജനിച്ച മനുഷ്യൻ ചൈനയിൽ പോയി ഭാര്യയും ഭർത്താവും കൂടെ താമസിച്ച് ഭാര്യ പാരലൈസ്ഡായി പോയി. ടോട്ടലി ഇൻവാലിഡായ ഭാര്യയെ ഇംഗ്ലണ്ടിൽ ഉപേക്ഷിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ താമസിപ്പിച്ചിട്ട് അദ്ദേഹം ആഫ്രിക്കയിൽ പോയി 18 വർഷം ഒരു കുടിലിൽ താമസിച്ചു. ഈസ് ഇറ്റ് എ സാക്രിഫൈസ്? സർട്ടൻലി ഇറ്റ്സ് എ സാക്രിഫൈസ്. പക്ഷേ അദ്ദേഹത്തോട് ചോദിക്കും, അദ്ദേഹം പറയുന്നത്, വെൻ ഐ ലുക്ക് അറ്റ് ദ ക്രോസ്, എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഐ ഡു ഫോർ ഹിം ഈസ് നോട്ട് എ സാക്രിഫൈസ് അറ്റ് ഓൾ. ഞാൻ ക്രൂശിലേക്ക് നോക്കുമ്പോൾ അവന് വേണ്ടി ഞാൻ ചെയ്യുന്നതൊന്നും ഒരിക്കലും ഒരു ത്യാഗമല്ല. അതുകൊണ്ട് ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. കൊടുത്തതിൻ്റെ പേരിൽ പ്രശംസിക്കുക. ചില ആളുകളുണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തയച്ച് പ്രശംസിക്കുന്നവരായ ആളുകൾ അല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ചിലരുടെയൊക്കെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ഇവാഞ്ചലിസ്റ്റിന് 10,000, 2,000, 3,000 കൊടുത്തയച്ച് പറയും, എനിക്കുണ്ട് ഒറീസായി 2 വേലക്കാരെന്ന്. അങ്ങനെ വീട്ടുവേലക്കാരാണ്, എന്തോ ഇത് പ്രശംസിക്കുകയാണ്. എനിക്കുണ്ട് ഒറീസായി 2 വേലക്കാർ.
മാസത്തിൽ 10,000-3,000 രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 3,000 രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ വീട്ടിൽ 3,000 കൊണ്ടുവരും, നിങ്ങൾ എന്ത് ചെയ്യും? 3,000 തന്നെ കൊടുക്കണമെന്നില്ല. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ പ്രശംസിക്കാൻ തുടങ്ങിയാൽ എന്തൊരു കഷ്ടമാണ്. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, എത്ര കൊടുത്തു എന്നുള്ളതല്ല, എത്ര ബാക്കിയുണ്ടെന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. എത്ര കൊടുത്തു എന്നുള്ളതല്ല, എത്ര ബാക്കിയുണ്ടെന്നുള്ളതാണ് കർത്താവ് എപ്പോഴും നോക്കുന്നത്. കർത്താവ് എല്ലാവരും സ്തോത്രകാഴ്ച ഇടുന്നത് കണ്ടുകൊണ്ട് ഇടുന്നു. ഓരോരുത്തരും വന്ന് വലിയ കാഹളം ഊതിച്ച് ഒത്തിരി പണമെല്ലാം ഇട്ടു, അല്ലേ? ഒരു പക്ഷേ അതിനകത്ത് ഒരു സ്ത്രീ, ഒരു വിധവയായ സ്ത്രീ വന്ന് എത്ര ഇട്ടു? 2 വെള്ളിക്കാശിട്ടു. കർത്താവ് പറഞ്ഞു, ഇവളാണ് എല്ലാവരിലും അധികം ഇട്ടത്. 2 വെള്ളിക്കാശിന് പകരം 2,000 വെള്ളിക്കാശിട്ടവരവിടെ ഉണ്ട്. പക്ഷേ 2,000 വെള്ളിക്കാശ് അവൻ ഇടുമ്പോൾ 2,00,000 വെള്ളിക്കാശ് അവന് ബാക്കി വീട്ടിലുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കൊടുപ്പ്. 2 വെള്ളിക്കാശ് 2,000 വെള്ളിക്കാശ് പള്ളിയിലിടുമ്പോൾ 2,00,000 വെള്ളിക്കാശ് എവിടെ ഇരിപ്പുണ്ട്? വീട്ടിൽ, അല്ലെങ്കിൽ ബാങ്കിൽ സ്റ്റോക്കുണ്ട്. കർത്താവ് പറഞ്ഞു, നീ കൊടുത്തില്ല. 2 വെള്ളിക്കാശിട്ട വിധവ ഏറ്റവും കൂടുതൽ കൊടുത്തു. എന്തുകൊണ്ട്? അവൾക്ക് ബാക്കിയൊന്നുമില്ലായിരുന്നു. അവൾ ഉള്ളത് മുഴുവൻ കൊടുത്തല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം ഒരിക്കലും നമ്മൾ എത്ര കൊടുക്കുന്നു എന്നല്ല നോക്കുന്നത്, എത്ര ബാക്കിയുണ്ടെന്നാണ് നോക്കുന്നത്. ഈ സത്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് പ്രശംസിപ്പാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് വന്ന് കാണാം. ബാക്കിയില്ലാതെ കൊടുക്കുന്നവന് മാത്രമേ എന്തെങ്കിലും ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രശംസ കിട്ടണമെങ്കിൽ ബാക്കിയില്ലാതെ കൊടുക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്ര കൊടുത്തു എന്നുള്ളതൊരു വിഷയമേ ദൈവത്തിൻ്റെ കണ്ണിൽപ്പെടുന്നില്ല. നിങ്ങൾ എത്ര കൊടുത്താലും ദൈവത്തിൻ്റെ കണ്ണിൽപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ കണ്ണ് എപ്പോഴും നോക്കുന്നത് എത്ര ബാക്കിയുണ്ടെന്നാണ്. ഹല്ലേലൂയ. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണെങ്കിലും വളരെയേറെ നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടതായ കാര്യങ്ങളാണ്. നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമുക്ക് ബോസ്റ്റ് ചെയ്യാനൊന്നുമില്ല, കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ ബോസ്റ്റ് ചെയ്യാനൊന്നുമില്ല. നമ്മൾ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ നമ്മളൊന്നുമില്ലാത്തവരായി തീരുന്നതാണ്. അതത്ര ചില്ലറ കാര്യമല്ല, അത്ര സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു ദിവസം കൊണ്ടൊന്നും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമെന്നൊന്നും ചിന്തിക്കത്തക്ക രീതിയിലുള്ള വിഡ്ഢിയൊന്നുമല്ല ഞാൻ. പക്ഷേ അത് വിഡ്ഢിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രത്യേകതയുണ്ട്. ചില നാട്ടിലൊക്കെ അങ്ങനെ നടക്കുകയും ചെയ്യും. ചില നാട്ടിലൊക്കെ ബ്യൂണസ് ആയസിലെ വോൺ കാർലോസ് ഓട്ടിസിൻ്റെ സഭയിൽ അദ്ദേഹം ശിഷ്യത്വത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ എല്ലാം കൊടുത്തേച്ച് ശിഷ്യത്വം വിലയ്ക്ക് വാങ്ങിയ, അല്ലെങ്കിൽ വിലയേറിയ മുത്ത് വാങ്ങിയ, തനിക്കുള്ളത് മുഴുവൻ കൊടുത്ത കഥ പറഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ച 4,000 വിശ്വാസികളുണ്ട്. 4,000 പേരും ചർച്ചിൽ വന്നിട്ട് പറയുന്നത്, പാസ്റ്ററെ, ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾക്കുള്ളതെല്ലാം കർത്താവിന് കൊടുക്കാൻ, അങ്ങനെ ശിഷ്യനാകാൻ. എന്നിട്ട് വന്നത് എങ്ങനെയെന്നറിയാമോ? അവരുടെ കാറിൻ്റെ പേപ്പറും വീടിൻ്റെ പേപ്പറും ബാങ്കിൻ്റെ റെസീറ്റ്സും എല്ലാം കൊണ്ടാണ് വന്നിരിക്കുന്നത്. പാസ്റ്റർ ആകപ്പാടെ വരണ്ടു പോയി. കാര്യം ഇതെന്തോ ചെയ്യും? 4,000 പേരുടെ കംപ്ലീറ്റ് സ്വത്തും കൊണ്ട് എന്തോ ചെയ്യും? പ്രസംഗിച്ചപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇത് എഫക്റ്റ് ഉണ്ടാകുമെന്ന് അദ്ദേഹവും ചിന്തിച്ചില്ല. അത് അർജൻറ്റീനയിലെ ഒരാഴ്ച കൊണ്ട് എഫക്റ്റ് ഉണ്ടായി. ഇവിടെ ഒരാഴ്ച മുഴുവൻ പ്രസംഗിച്ചാലും അത്ര എഫക്റ്റ് ഉണ്ടാകുമെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. കാര്യം നമ്മൾ മലയാളികളല്ലേ, നമുക്ക് എത്ര പറഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള അറിയാമല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അസാമാന്യമായ വ്യാപാരം ഉണ്ടാകാതെ ഒരു വ്യക്തിക്ക് രൂപാന്തരം ഉണ്ടാകത്തില്ല. ധനം വിട്ട് കളയാന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ധനികനായ യുവാവിനോട് നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ദുഃഖിതനായി മടങ്ങിപ്പോയി. അപ്പോൾ ആളുകൾ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ആർക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയും? ഉടനെ കർത്താവ് പറയുന്ന കാര്യം, മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യം. എന്താണ് മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല, മനുഷ്യരാകുമ്പോൾ പ്രയാസമാണ്, പിന്നെ ദൈവം നിശ്ചയിച്ചാൽ ധനവാനെ എങ്ങനെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട് ചേസ് പറയാറുണ്ട്, നമ്മൾ ഈ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നത് തന്നെ അനുസരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കാര്യം അനുസരിക്കാനാണെങ്കിൽ സിമ്പിളായിട്ടങ്ങ് അനുസരിച്ചാൽ മതി. പക്ഷേ നമ്മളെന്ത് ചെയ്യും? ഇത് വ്യാഖ്യാനിച്ചൊരു പരുവമാക്കി കളയും. അപ്പോൾ നമ്മൾ പറയും, അതെ, സൂചിക്കുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സൂചിക്കുഴയല്ല, പിന്നെന്താണ്? യെരുശലേമിൽ ഒരു വിക്കറ്റ് ഗേറ്റ് ഉണ്ട്, അതിലേക്കൂടെ ഒട്ടകത്തിന് നേരിട്ട് കയറാൻ പറ്റത്തില്ല, സാധനം എല്ലാം കൂടെ വെച്ചുകൊണ്ട്, അതുകൊണ്ട് സാധനമൊക്കെ ഇറക്കി വെച്ച് പെതിയെ നൂണങ്ങ് കയറണം. അങ്ങനെയൊന്നും കർത്താവ് പറഞ്ഞൊന്നുമില്ല. കർത്താവ് പറഞ്ഞത് ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴികൾ കിടക്കുന്നത് എളുപ്പം എന്ന് തന്നെയാണ് പറഞ്ഞത്. അവിടെ കർത്താവ് പറഞ്ഞത്, എങ്ങനെയെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും അല്പമൊക്കെ പ്രയാസപ്പെട്ട് ധനികന്മാരെ എല്ലാം കൂടെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാം എന്നല്ല. കർത്താവ് പറഞ്ഞത്, ധനികൻ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ ദൈവം അവനിൽ പ്രവൃത്തി ചെയ്തിട്ട് അവൻ്റെ ധനം ഉപേക്ഷിക്കാൻ അവന് കഴിയണമെന്നാണ് പറഞ്ഞത്. അതായത് മാനുഷികമായി ഒരുവൻ അവൻ്റെ പണം ഉപേക്ഷിക്കത്തില്ല.
ആലോചിച്ച് നോക്കിയോ, കുറച്ചൊക്കെ വല്ലതൊക്കെ കൊടുക്കുമായിരിക്കും, പക്ഷേ പണം ഉപേക്ഷിക്കാനൊന്നും മനുഷ്യനെ കൊണ്ട് വരത്തില്ല. മാനുഷികമായി പലരും കൊടുക്കും, ഇല്ലേ? മാനുഷികമായി പലരും കൊടുക്കും. ഫർണിച്ചർ കട നടത്തുന്ന എൻ്റെ ഒരു ഹിന്ദു ഫ്രണ്ടുണ്ട്. അവൻ പറഞ്ഞു ഞാൻ ദശാംശം കൊടുക്കുന്നയാളാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇവൻ ഏത് സഭയിലാണ് പോകുന്നതെന്ന്. അവനൊരു സഭയിലും പോകുന്നില്ല. അവൻ പറഞ്ഞു ഞാൻ ബിസിനസ് വളരെ കഷ്ടപ്പെട്ട് എൻ്റെ കൂടെ പഠിച്ചതാണ്. അവൻ വളരെ പൂർ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണ്, പക്ഷേ ബിസിനസ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അവൻ തീരുമാനിച്ചു എൻ്റെ വരുമാനത്തിൻ്റെ 1/10 ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും. അതാണ് അവൻ പറഞ്ഞത്. അത്രയൊക്കെ കൊടുക്കാൻ ഇപ്പം ഒരാൾ ക്രിസ്ത്യാനിയാകണമെന്ന് പോലും നിർബന്ധമില്ല. പക്ഷേ ധനം ഉപേക്ഷിക്കുക എന്ന നിലയിലേക്ക് വരണമെങ്കിൽ അതിലൊരു ദൈവിക പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. അതാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യരാൽ അസാധ്യം എന്നാൽ ദൈവത്താൽ സാധ്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ കൊണ്ട് നമുക്ക് തീർച്ചയായും പണം ഉപേക്ഷിക്കാനും കഴിയും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതില്ലെങ്കിൽ എത്ര പ്രസംഗിച്ചാലും എത്ര പ്രസംഗം കേട്ടാലും അത് നടക്കത്തില്ലെന്നും എനിക്കറിയാം. എന്നാൽ ഇവിടെ ഈ ഒരു കാര്യമെങ്കിലും നിങ്ങൾ ഓർക്കണം. ഏറ്റവും കുറഞ്ഞത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം എപ്പോഴും നോക്കുന്നത് നിങ്ങൾ എത്ര കൊടുത്തു എന്നല്ല, ദൈവം എപ്പോഴും നോക്കുന്നത് നിങ്ങൾക്ക് എത്ര ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അതൊരു ബിബ്ലിക്കൽ ട്രൂത്താണ്. അത് നിങ്ങൾ ഗ്രഹിക്കണം. ഹല്ലേലൂയ. ഞാനിവിടെ പണം പിടിക്കാൻ വന്നതല്ലാത്തതുകൊണ്ട് എനിക്ക് പണം പിടിക്കാൻ വന്നതൊന്നുമല്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ദൈവത്തോടുള്ള ആ ഇടപെടലുകളെക്കുറിച്ച്, ഇങ്ങനെയാണല്ലോ നമ്മുടെ ആത്മീയതയിൽ നമുക്ക് ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ വളരണമെങ്കിൽ ഈ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കൊടുക്കുന്നതിനെക്കുറിച്ച് പ്രശംസിപ്പാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. ബാക്കി ഇരിക്കുന്നിടത്തോളം കാലം പ്രശംസിക്കാൻ കഴിയത്തില്ല. കൊടുത്തോ, ബാക്കി വെച്ചേച്ച് കൊടുക്കുന്നവർ അത്രയെങ്കിലും കൊടുക്കട്ടെ, എനിക്ക് അതിനകത്ത് പ്രയാസമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ പ്രശംസിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും ബാക്കി എത്ര ഉണ്ട്? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് കൊടുക്കുന്നതിന് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രശംസിപ്പാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? ബിക്കോസ് അത് ദൈവം കാണുന്നേ ഇല്ല. ദൈവം എപ്പോഴും നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളതാണ് കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് ഈ പ്രശംസയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ഇവിടെ ഈ 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പോൾ പറയുന്നൊരു കാര്യമുണ്ട്. എങ്കിലും ഞാനിതൊന്നും പ്രയോഗിച്ചിട്ടില്ല, ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ചിട്ട് ഞാനിത് എഴുതുന്നതുമല്ല. ആരെങ്കിലും എൻ്റെ പ്രശംസ വൃഥാവാക്കുന്നതിനേക്കാൾ മരിക്കുക തന്നെ എനിക്ക് നല്ലത്. അതായത് പോൾ പറയാണ് എൻ്റെ പ്രശംസ ഇല്ലാതെയാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ പ്രശംസിക്കുന്നതിനകത്ത് പ്രയോജനമില്ലെന്ന് പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രശംസ ഇല്ലാതാക്കാൻ ഇത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. പ്രശംസിക്കുന്നത് നല്ലതാണോ അല്ലെങ്കിൽ പ്രശംസിക്കുന്നത് ശരിയാണോ? ഇപ്പോൾ നമ്മൾ പറഞ്ഞതും എന്താണ്? നമ്മൾ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, കൊടുക്കുന്നതിനകത്ത് എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. എന്നിട്ട് പോൾ പറയുകയാണ് എൻ്റെ പ്രശംസ വൃഥാവാക്കുവാൻ. കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയേക്കാം. പ്രശംസിക്കുന്നത് നല്ലതാണോ, പ്രശംസിക്കുന്നത് ശരിയാണോ? നല്ലതാണോ എന്നുള്ളതിനേക്കാൾ ഉപരി പ്രശംസിക്കുന്നത് ശരിയാണോ? ഏതെങ്കിലും കാര്യത്തിൽ പ്രശംസിക്കുന്നത് ശരിയാണോ? പ്രയാസമുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് താഴ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയും? ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഹമ്പിളാണോ എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അതെ, ഞാനൊരു ഹമ്പിളാണ്, ഞാൻ വളരെ വിനയമുള്ള ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തീർന്നില്ല. വിനയമുള്ള ആളാണെന്നുള്ള അഹങ്കാരം അവിടെ ഉണ്ടായിക്കഴിഞ്ഞു, അല്ലേ? ഹ്യൂമിലിറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത് വെൻ യു നോ ഇറ്റ് യു ലൂസ് ഇറ്റ്. അതുണ്ടെന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്കത് നഷ്ടപ്പെടുന്നു. പക്ഷേ വിനയമുണ്ടെന്ന് ചോദിക്കുക, എനിക്കങ്ങനെ വലിയ വിനയമൊന്നും ഇല്ല ബ്രദറെ എന്ന് പറയുന്നത് വിനയമുള്ളതുകൊണ്ടല്ലേ അത്രയെങ്കിലും പറഞ്ഞത് എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ അത് തീർച്ചയായും ഒരു വൃഥാ പ്രശംസയാണ്, ഇല്ലാഞ്ഞിട്ട് പറയുന്നതാണ്. അപ്പോൾ തന്നെ അത് എന്താണ്, ഒരു ഫോൾസ് ഹ്യൂമിലിറ്റിയിലേക്ക് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ എന്താണ് ഇവിടെ പോളിൻ്റെ പ്രശംസ എന്ന് പറയുന്നത്? പോൾ പ്രശംസിക്കുന്നത് അവൻ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെന്നോ, അവൻ എത്ര പേരെ സുവിശേഷത്തിലേക്ക് നയിച്ചു, ഇതൊന്നും അല്ല അവൻ പ്രശംസിക്കുന്നത്. അവൻ പ്രശംസിക്കുന്ന ഒരു കാര്യം, എങ്കിലും ഇത് ഒന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല, ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാൻ എഴുതുന്നതുമല്ല. പോളിൻ്റെ പ്രശംസ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളോട് ബന്ധപ്പെട്ടാണ്. എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോളിൻ്റെ പ്രശംസ. എനിക്ക് പ്രയോഗിക്കാവുന്ന പല കാര്യങ്ങൾ, എനിക്ക് എൻ്റെ റൈറ്റ്സ് പലതും ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് പൗലോസിൻ്റെ പ്രശംസ. എനിക്ക് എൻ്റെ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ അവകാശങ്ങൾ പലതും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. ഈ 9-ാം അധ്യായത്തിൻ്റെ ഒരു പശ്ചാത്തലം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 9-ാം അധ്യായത്തിൽ ആദ്യം മുതൽ തന്നെ പോളിൻ്റെ അപ്പോസ്തോലികത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടുള്ള ഒരു ആളുകളോടുള്ള ഒരു മറുപടിയാണ്.
പൗലോസ് ശരിക്കും ഒരു അപ്പോസ്തോലൻ അല്ല എന്ന് പറയുന്ന ആളുകളോടുള്ള ഒരു മറുപടിയായിട്ടാണ് പോള് ഈ അധ്യായം എഴുതുന്നത്. അതുകൊണ്ട് പോള് ചോദിക്കുന്ന ചോദ്യം തന്നെ, ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തോലനല്ലയോ, നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? നോക്ക്, ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തോലനല്ലയോ, നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? അപ്പോൾ പോള് അപ്പോസിൽ അല്ല എന്ന് പറയാൻ പോളിനെ കുറിച്ച് ആളുകൾ പറഞ്ഞു, പോൾ ഈസ് നോട്ട് എ ഫുൾ അപ്പോസിൽ. പൗലോസ് പറയുന്നത് പോലെ അത്ര മുഴുവൻ അപ്പോസ്തോലികത്വം ഒന്നും പോളിൻ്റെ കയ്യിൽ ഇല്ല. ഇത് വന്ന് പറഞ്ഞതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹൂദ്യയിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്നതായ യഹൂദന്മാരായ ചില പ്രമാണികൾ. യഹൂദന്മാരെന്ന് പറഞ്ഞാൽ അവർ യഹൂദന്മാരല്ല, യഹൂദ ക്രിസ്ത്യാനികൾ. യെരുശലേമിലെ സഭയിലെ വിശ്വാസികളായ യഹൂദന്മാരായ ചില ക്രിസ്ത്യാനികൾ ഇവിടെ ഈ കൊരിന്ത്യ സഭയിൽ വന്നിട്ട് പോൾ പ്രസംഗിച്ച സുവിശേഷത്തിന് വിരോധമായിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ ശരിക്കും ക്രിസ്ത്യാനികളാകണമെങ്കിൽ ആദ്യം പരിച്ഛേദന ഏൽക്കണം, ആദ്യം ഒരു യഹൂദനാകണം. കാര്യം രക്ഷ യഹൂദന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് യഹൂദനാകാതെ വേറെ നിങ്ങൾ ക്രിസ്ത്യാനിയാകണം. പക്ഷേ ക്രിസ്ത്യാനിയാകുന്നതിന് മുമ്പേ എന്താകണം? യഹൂദനാകണമെങ്കിൽ പരിച്ഛേദന ഏൽക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കണം. കർത്താവിൽ വിശ്വസിച്ചാലേ രക്ഷ പ്രാപിക്കത്തുള്ളൂ. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു യഹൂദനാകണം. യഹൂദന്മാർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള ഒരു ടീച്ചിങ് പഠിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, പോൾ ഞങ്ങളോട് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. പൗലോസാണ് ഞങ്ങളോട് സുവിശേഷം എന്ന് പറഞ്ഞത്, പക്ഷേ പൗലോസ് അങ്ങനെയൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പോളിന് അത്രേ അറിയത്തുള്ളൂ, പാവം. കാര്യം പൗലോസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര ഈ ക്രിസ്തീയ കാര്യങ്ങളൊന്നും അത്രയും വേണ്ട, ഡോക്ട്രിനൽ കാര്യങ്ങളൊന്നും അത്ര അറിയാൻ വയ്യാത്ത ഒരാളാണ്. അതിന് കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൗലോസ് ക്രിസ്തീയ സഭ ഉണ്ടായത് തന്നെ എവിടുന്നാണ്? യെരുശലേമിൽ നിന്നല്ലേ. ആ പൗലോസ് അവിടെ വന്നൊന്നും പഠിക്കുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പൗലോസ് അവൻ്റെ ഒരു ചിന്താഗതിയൊക്കെ അനുസരിച്ച് അങ്ങനെ അവന് ബുദ്ധിയൊക്കെ ഉണ്ട്, കാര്യം ശരിയാണ്. പക്ഷേ ആ ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. പക്ഷേ നമുക്ക് അപകടം പറ്റരുത്, നമുക്ക് അപകടം പറ്റാൻ പാടില്ല. ഇങ്ങനെ ഈ കൾട്ട് ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാവരും വന്ന് പറയുന്ന കാര്യങ്ങൾ ഇതാണ്. എന്താണ്? അവർക്കൊന്നും എന്തറിയത്തില്ല, ശരിയായിട്ടുള്ള വെളിപ്പാടില്ല ബ്രദറെ. അതാ പ്രശ്നം. പുള്ളിക്ക് വേദപുസ്തകമൊക്കെ അറിയാം, ഈ വേദത്തിലെ അക്ഷരങ്ങളെല്ലാം ജ്ഞാനത്തിലാണ് പുള്ളി എല്ലാം പറയുന്നത്. നമുക്കങ്ങനെയല്ല, നമുക്ക് വെളിപ്പാടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും എന്തില്ല, വെളിപ്പാടില്ലാത്തത് കൊണ്ടാണ്. ചിലരുടെ ചിന്ത ഇങ്ങനെ മാനമര്യാദയ്ക്ക് നിന്ന് സംസാരിച്ചാൽ വെളിപ്പാടില്ലാത്തതുകൊണ്ടാണെന്നാണ്. വെളിപ്പാടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അലറി കൂവി പ്രസംഗിക്കണം, ചാടി മറിയണം, എന്നാലേ എന്തുള്ളൂ, വെളിപ്പാടുള്ളതെന്നാണ് പലരുടെയും ചിന്ത. ഞാൻ ഒരു ചേർച്ചിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, അല്ല സാജു സാറ് പ്രസംഗിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഒരു സ്തോത്രമോ വല്ലതും പറഞ്ഞാൽ അദ്ദേഹത്തിന് വിരോധമില്ലെന്നാണ് എൻ്റെ ചിന്ത. പാസ്റ്റർ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഇങ്ങയുടെ പ്രസംഗം കേട്ടാൽ ആരും സ്തോത്രം പറയത്തില്ലടോ എന്ന് പറയുന്നതിന് തുല്യമായിട്ട് അവരുടെ ചിന്ത. അല്ലെങ്കിൽ അവരങ്ങനെ പറയുന്നതും, അതായത് ഞങ്ങളൊക്കെ വചനത്തിൻ്റെ ആൾക്കാരും അവരൊക്കെ ആത്മാവിൻ്റെ ആൾക്കാരും. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ഡിഫറൻസേ ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. വചനത്തിൻ്റെ ആളുകൾ, ആത്മാവിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് രണ്ട് കൂട്ടരില്ല. അത് തന്നെ തെറ്റായ ഒരു ടീച്ചിങ്ങാണ്. അവർ വചനത്തിൻ്റെ ആൾക്കാർ, ഞങ്ങളൊക്കെ ആത്മാവിൻ്റെ ആളുകൾ. ആത്മാവില്ലാത്ത വചനവും വചനമില്ലാത്ത ആത്മാവും മരണകാരണമാകും എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ആത്മാവില്ലാത്ത വചനവും വചനമില്ലാത്ത ആത്മാവും എന്താണ്? മരണത്തിന് കാരണമായിത്തീരും. കാരണം വചനം അക്ഷരമാണെങ്കിൽ അക്ഷരം കൊല്ലുന്നെന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്, ഇല്ലേ? ഇനി വചനമില്ലാത്ത ആത്മാവ് എന്ന് പറയാൻ അങ്ങനൊരു കാര്യം നടക്കുന്നില്ല. കാര്യം അങ്ങനൊരു ആത്മാവില്ല. കാരണം വചനത്തിൽ നിന്ന് വേർപെട്ടൊരു ആത്മാവ് ഒരിക്കലുമില്ല. അതുകൊണ്ട് ഉപദേശങ്ങളുടെ കാര്യത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ എന്താണ്, അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ആർക്കും ഒന്നും പഠിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരാൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് ആത്മാവെനിക്ക് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചാൽ, ഞാൻ ഇന്നലെ പറഞ്ഞു, ജെറമയാവിനോട് കർത്താവ് പറയുന്ന കാര്യമുണ്ട്, ഞങ്ങൾ സ്വപ്നം കണ്ടു എന്ന് പറയുന്ന പ്രവാചകന്മാർ അവരെൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ അടുത്തൊരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ നിങ്ങൾ വീട്ടിൽ കയറ്റരുത്. എവിടെയാണ് വചനത്തിൻ്റെ അകത്ത് നിങ്ങൾ കണ്ട സ്വപ്നത്തിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിക്കണം. ഞാനിത് പറയുന്നത് വെറുതെ ഒന്നുമല്ല, വേദപുസ്തകം പഠിപ്പിക്കുന്നതായ കാര്യമാണ്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു വ്യക്തിയെ മാത്രമേ നിങ്ങളുടെ സഭയിലും മറ്റുള്ള സ്ഥലങ്ങളിലും എൻ്റർടൈൻ ചെയ്യാവൂ. അല്ലാതെ സ്വപ്നങ്ങൾ വിവരിക്കാൻ, സ്വപ്നം കണ്ടവൻ സ്വപ്നം വിവരിക്കട്ടെ, എൻ്റെ വചനമുള്ളവൻ, അത് രണ്ടും
ഡിഫറൻ്റായിട്ടാണ്. ചിലപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ആ ഭാഗമൊക്കെ എടുത്ത് പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എങ്കിലും അതിനുള്ള ടൈമില്ല. അവിടെ വചനത്തെയും സ്വപ്നത്തെയും രണ്ടും രണ്ടായിട്ടാണ് കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്ന കാര്യമാണ്, കർത്താവ് പറയാണ്. അതുകൊണ്ട് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊരു ഉപദേശമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ദൈവം എനിക്കിങ്ങനെ വെളിപ്പെടുത്തി, അങ്ങനെയൊന്നും വെളിപ്പെടുത്തത്തില്ല. ദൈവവചനത്തിലുള്ള കാര്യമേ ദൈവാത്മാവ് വെളിപ്പെടുത്തത്തുള്ളൂ, അല്ലാത്ത ഒരു കാര്യവും ദൈവാത്മാവ് വെളിപ്പെടുത്തുകയില്ല. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ഓവർ എംഫസിസ്, ഓരോ കാര്യങ്ങൾക്കും ഉള്ള ആവശ്യമില്ലാത്ത എംഫസിസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നതായ പ്രശ്നമുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നമ്മുടെ ഭാഗത്തേക്ക് നമ്മൾ മടങ്ങി വരാം. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവ്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിന് രണ്ടിനെയും നമുക്ക് വേർപിരിക്കാനായിട്ട് കഴിയത്തില്ല. ഈ കൂട്ടർ പറഞ്ഞു പൗലോസിന് എന്താണ് ജ്ഞാനമുണ്ട്, ഒക്കെ ശരിയാണ്, പുള്ളിക്ക് വിവരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അപ്പോസ്തോലന്മാരിൽ നിന്ന് അദ്ദേഹം ഫുൾ അപ്പോസ്തലല്ല. അതെന്താ ഫുൾ അപ്പോസ്തോലൻ അല്ലെന്ന് പറയാൻ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഈ യഹൂദന്മാരായ ആളുകൾ പറഞ്ഞ റീസൺ എന്താണെന്നറിയാമോ? ഒന്ന്, അവൻ യേശുവിനെ കണ്ടിട്ടില്ല. പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാവരും അവരുടെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് സീൻ ജീസസ്. പിന്നെ രണ്ടാമത്തെ കാരണം പറഞ്ഞത്, ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. രണ്ടാമത്തെ കാര്യം പറഞ്ഞതെന്നറിയാമോ? പൗലോസ് നിങ്ങളോട് പണം ചോദിക്കുന്നില്ലല്ലോ, അപ്പോൾ അവന് വേറെ എവിടുന്നോ ആണ് വരുമാനം. അതിൻ്റെ അർത്ഥം അവൻ ഫുൾ ടൈം വർക്കറല്ല. അവൻ ഫുൾ ടൈം വർക്കർ ആണെങ്കിലേ ഇതൊക്കെ ഉപദേശിക്കാനുള്ള അവകാശമുള്ളൂ. അതായത് ഇങ്ങനെയുള്ള ഉപദേശപരമായ കാര്യങ്ങൾ പറയാൻ അവകാശം ആർക്കേ ഉള്ളൂ? ജോലി ചെയ്യുന്നവരൊന്നും ഇതൊന്നും പഠിപ്പിക്കാനുള്ള അവകാശമൊന്നും ഇല്ല. ഞങ്ങളെ നോക്കുക, ഞങ്ങൾ ജോലി ചെയ്യുന്നില്ല, നിങ്ങൾ തരുന്നുണ്ടല്ലേ ഞങ്ങൾ ജീവിക്കുന്നത്. പൗലോസ് എന്ത് ചെയ്യുന്നില്ല? നിങ്ങളുടെ അടുത്ത് പണം ചോദിക്കുന്നില്ല. പണം ചോദിക്കുന്നില്ല എന്നുള്ളത് പൗലോസിൻ്റെ അപ്പോസ്തോലികത്വത്തിൻ്റെ കുറവായിട്ട്, പൗലോസ് അപ്പോസ്തോലൻ അല്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് അവർ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പോൾ ഈ ലേഖനത്തിൽ എന്തുകൊണ്ട് അവൻ പണം ചോദിക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. കാര്യം പൗലോസിൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ച് തെസ്സലോനിക്ക ലേഖനത്തിലാണെങ്കിലും ഞാനത് വേറെ പല പുസ്തകങ്ങളിലും മെസ്സേജസിലും പറഞ്ഞിട്ടുണ്ട്. അവിടെ 2-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ വ്യാജ മനോഭാവത്തോടുകൂടെയോ ആയിരുന്നില്ല. ഞങ്ങളുടെ പ്രസംഗം പിഴവുകളില്ലാത്തതും, 4-ാമത്തെ വാക്യത്തിൽ ഈവൻ ആസ് വി ഹാവ് ബീൻ അപ്രൂവ്ഡ് ഓഫ് ഗാഡ്, ഞങ്ങളുടെ പ്രസംഗം പിഴവുകളില്ലാത്തതും വ്യാജമില്ലാത്തതും ആയതുകൊണ്ട് ദൈവം ഞങ്ങളെ അപ്രൂവ് ചെയ്തു. ദൈവം അപ്രൂവ് ചെയ്യുന്നത് പണം വാങ്ങിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ദൈവം അപ്രൂവ് ചെയ്യുന്നത് ഒരു പ്രസംഗകൻ എന്ന നിലയിൽ, ഒരു ഉപദേശകൻ എന്ന നിലയിൽ ദൈവം ഒരാളെ അപ്രൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അയാൾ പിഴവുകളില്ലാത്ത ഉപദേശമാണോ പറയുന്നത്? ഈ പറയുന്നതിനകത്ത് വ്യാജം എന്തെങ്കിലും ഉണ്ടോ? ഗായൽ, വ്യാജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ലക്ഷ്യത്തോടു കൂടെയാണോ പറയുന്നതെന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ വ്യാജത്തോടുകൂടെ സംസാരിക്കാതെയും പ്രസംഗത്തിൽ പിഴവുകളില്ലാതെ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെ അല്ല, സിമ്പിൾ ദൈവവചനം പ്രസംഗിച്ചതുകൊണ്ട്, അതുകൊണ്ട് ദൈവം ഞങ്ങളെ അപ്രൂവ് ചെയ്തു. ഇതൊരു പ്രശംസയാണോ? ഇതൊരു പ്രശംസയാണെങ്കിൽ ആ പ്രശംസ നല്ല പ്രശംസയാണ്. ഞാൻ പ്രസംഗിക്കുന്നത് വേറെ ലക്ഷ്യത്തോടെയൊന്നും അല്ല, ഞാൻ പ്രസംഗിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഗോസ്പലാണെന്ന് പറയുന്നത് പ്രശംസയാണോ? യെസ്, പ്രശംസയാണെങ്കിൽ ആ പ്രശംസ അത്യാവശ്യമാണ്. ചില പ്രശംസകൾ അത്യാവശ്യമാണ്, സത്യമായിരിക്കണം എന്ന് മാത്രം. ചില പ്രശംസകൾ തീർച്ചയായിട്ടും അത്യാവശ്യമാണ്, പക്ഷേ അത് സത്യമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് മറ്റുള്ളവർക്കും കൂടെ ബോധ്യമാകുന്നതുമായിരിക്കണം. 1 തെസ്സലോനിക്കയിലെ 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല, ദൈവം സാക്ഷി. നിങ്ങൾ അറിയും പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഞങ്ങൾ പറയുന്നത് മാത്രമല്ല, നിങ്ങൾക്കും അറിയാം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ആളുകൾ പറയുന്നത് എനിക്ക് എൻ്റെ കാര്യമെല്ലാം ദൈവം അറിയുന്നുണ്ട്, വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. ശരിയാ, വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഒരു ജെന്യുവിൻ പാർട്ടിയാണെങ്കിൽ അധികം താമസിയാതെ, ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചേക്കാമെന്നുള്ളത് ശരിയാണ്, പക്ഷേ അധികം താമസിയാതെ അവരും അറിയും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നിങ്ങളൊരു ജെന്യുവിൻ പാർട്ടി അല്ലെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതും അവരറിയും. അങ്ങനെ എത്രയോ വലിയ വലിയ പ്രസംഗകരെ നമ്മൾ പിന്നീട് അറിഞ്ഞിട്ടുണ്ട് അല്ലേ? ആദ്യം അറിഞ്ഞില്ല, ആദ്യം അവർ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇവന്മാർ വ്യാജത്തിൻ്റെ ആശാന്മാരാണെന്നുള്ളത് നമ്മൾ
മനസ്സിലാക്കി. നിങ്ങൾക്ക് തന്നെ എത്രയോ പേരെ അറിയാം. എത്രയോ പ്രാവശ്യം നമ്മളൊക്കെ ഈ വഞ്ചനയിൽ പെട്ടുപോയിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല, ദൈവം സാക്ഷി. ഫ്ലാറ്ററി, പ്രിയമുള്ളവരെ, അപ്രീസിയേഷൻ അത്യാവശ്യമാണ്. നമ്മൾ ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യണം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫ്ലാറ്ററി ഉണ്ടാകാൻ പാടില്ല, മുഖസ്തുതി പറയാനായിട്ട് പാടില്ല. അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനകത്ത് എനിക്ക് യാതൊരു പ്രയാസമില്ല. കാര്യം പലർക്കും ആളുകൾക്കൊക്കെ അപ്രീസിയേഷൻ ആവശ്യമുണ്ട്. നമ്മളിപ്പം ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു നല്ല വർക്ക് കണ്ടാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അത് ദാറ്റ്സ് എ ഗോഡ്ലി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ഒരു ദൈവികമായ ക്യാരക്ടറാണ്. അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷേ മുഖസ്തുതി പറയരുത്. മുഖസ്തുതി പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖത്തോട്ട് നോക്കി പറയുന്നതിനാണ് മുഖസ്തുതി എന്ന് പറയുന്നത്. അതായത് വേറെ ഒന്നും കണ്ടിട്ടില്ല. അയാൾ ആരാണോ അതുകൊണ്ടാണ്, അയാൾ എന്ത് ചെയ്തെന്നുള്ളതല്ല, അയാളുമായിട്ട് അയാൾ ആരെന്ന് പറഞ്ഞാൽ അയാളുടെ ക്യാരക്ടറൊന്നുമല്ല. നമ്മൾ മുഖസ്തുതി പറയുന്നത് എന്താണ്? നമുക്ക് ലാഭം ഉണ്ടാക്കാനുള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? മുഖസ്തുതി പറയുന്നുള്ളൂ. അപ്രീസിയേഷനകത്ത് നമുക്ക് ലാഭം ഉണ്ടാക്കാനൊന്നും ഇല്ല, അപ്രീസിയേഷനകത്ത്. എന്നാൽ മുഖസ്തുതി എന്താണ്? നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇനി നമുക്കൊരു പ്രയോജനം ഉണ്ടാകും എന്നുള്ള നിലയിൽ. എന്നാൽ ഇത് ജനങ്ങൾ അറിയണം എന്നുള്ളതാണ്. 1 ശമൂവേൽ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ അല്പം ഓടിച്ചു പോകുകയാണ്, അവിടെ ശമൂവേൽ വൃദ്ധനായ സമയത്ത് ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു ഭാഗമാണ്. ജനങ്ങളോട് ശമൂവേൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ വേഴ്സ് ചാപ്റ്റർ 13 12-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞതിലൊക്കെയും ഞാൻ നിങ്ങളുടെ അപേക്ഷ കേട്ടു, നിങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തന്നു. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃദ്ധനും നരച്ചവനുമായി, എൻ്റെ മക്കൾ നിങ്ങളോടുകൂടെ ഉണ്ട്. എൻ്റെ ബാല്യം മുതൽ ഇന്ന് വരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. ഇതാ ഞാൻ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തൻ്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തൻ്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവൻ്റെ അഭിഷിക്തൻ്റെയും മുമ്പാകെ എൻ്റെ നേരെ സാക്ഷീകരിപ്പീൻ, ഇത് ഞാൻ മടക്കിത്തരാം. അവിടെ ശമൂവേൽ പറയുന്ന ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്ര തൻ്റെ ഇടത്തോടുകൂടെ, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ നേതാക്കന്മാരിൽ എത്ര പേർക്ക് ഇത്ര തൻ്റെ ഇടത്തോടു കൂടെ നിന്ന് ആളുകളുടെ മുമ്പിൽ ഇത് പറയാനുള്ള ധൈര്യമുണ്ട്? ഇത് പ്രശംസയാണോ? നിങ്ങൾ തന്നെ ചോദിക്കണം, ഇത് പ്രശംസയാണോ? ഇത് പ്രശംസയാണെങ്കിൽ ഈ പ്രശംസ നല്ലതാണ്. ഞാൻ ഒരുത്തൻ്റെയും കാളയും കഴുതയും മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നത് പ്രശംസയല്ല, കോൺഫിഡൻസ് ആണ്. ഞാൻ കൈക്കൂലി വാങ്ങിച്ചെൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടില്ല എന്നുള്ളതൊരു കോൺഫിഡൻസ് ആണ്, ഒരു വലിയ കോൺഫിഡൻസാണ്. പോളിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഫിഡൻസ് അവനുണ്ടായിരുന്നു. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, ഞങ്ങൾ ആരുടെയും മാനം അന്വേഷിച്ചിട്ടില്ല. 7-ാം വാക്യത്തിൽ, അമ്മയെപ്പോലെ ഞങ്ങൾ നിങ്ങളെ പോറ്റി വളർത്തി. കുഞ്ഞുങ്ങളെ ഒരു അമ്മ വളർത്തുന്നത് പോലെ ഞങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെ പോറ്റി വളർത്തി. ഒരു പിതാവ് എന്നതുപോലെ ഞങ്ങൾ നിങ്ങളോട് കൂടെ എപ്പോഴും ഇരുന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നൽകി. ഒരു ശുശ്രൂഷകൻ എല്ലായ്പ്പോഴും ഒരു പിതാവിനെ പോലെയാണ്, ഒരു പിതാവിനെ പോലെ, അല്ലാതെ മാനേജറല്ല. ഒരു പാസ്റ്റർ ഒരിക്കലും ഒരു മാനേജറല്ല. ഒരു പാസ്റ്റർ എങ്ങനെയുള്ളവനാണ്? പിതാവാണ്. ഒരു പാസ്റ്റർ മാനേജറല്ല, പാസ്റ്റർ ആരാണ്? പിതാവാണ്. ഇനി പാസ്റ്റർ എന്ന് മാത്രമല്ല, നമ്മളൊരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, നമ്മളൊരു ശിഷ്യൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ശിഷ്യന് നമ്മൾ ആരായിരിക്കണം? ഒരു പിതാവായിരിക്കണം. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് ആളുകളെ കർത്താവ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് നമ്മൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും തള്ളിവിടാൻ വേണ്ടിയല്ല. അവർക്ക് നമ്മൾ ആരായിരിക്കണം? ഒരു പിതാവ്. ഒരു പിതാവ് മക്കൾക്ക് എന്ത് ചെയ്യുന്നോ അതുപോലെ തന്നെ. അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയമുള്ളവരാകയാൽ നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കുക മാത്രമല്ല, വി വെർ ഈവൻ റെഡി ടു ഗിവ് അവർ ഓൺ സെൽസ്, ഞങ്ങളുടെ ജീവനെ തന്നെ നിങ്ങൾക്ക് തരുവാൻ ഞങ്ങൾ ഒരുക്കമായിരുന്നെന്ന് പറയുന്നത്. ജീവനെ തന്നെ തരാൻ ഒരുക്കമായിരുന്നു. അങ്ങനെ താൻ പ്രസംഗിച്ച സ്ഥലങ്ങളിലും താൻ പോയ സ്ഥലങ്ങളിലുമെല്ലാം ഇത്ര ആത്മാർത്ഥതയോടെ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുകയും ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസാക്ഷിയോടുകൂടെ ജീവിച്ച പൗലിനെ കൊരിന്തിലെ വിശ്വാസികൾ ഈ പറയുന്നത് പോലെ മാനിച്ചില്ല. അവരെന്ത് ചെയ്യുന്നു? അവർ ഈ യെരുശലേമിൽ നിന്ന് വന്ന ആളുകൾ പറഞ്ഞപ്പോഴത്തേക്ക് ചില ആളുകൾ അവരുടെ കൂടെ അങ്ങ് കൂടി. അതാണ് നമ്മൾ മനസ്സിലാകുന്നത്.
ജീവൻ കൊടുത്ത് അവർക്ക് വേണ്ടി നിലകൊണ്ട പൗലോസിനേക്കാൾ കൂടുതൽ എവിടെ നിന്നോ വന്ന, യെരുശലേമിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഒന്നോ രണ്ടോ നുഴഞ്ഞു കയറ്റക്കാർ പറഞ്ഞതാണ് കൊരിന്ത്യ സഭയിലെ പലരും വിശ്വസിച്ചത്. എത്ര വേദനാജനകമായ കാര്യമാണല്ലേ, എത്ര വേദനാജനകമായ കാര്യം. നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത് നമ്മളെ വളർത്തുന്നതായ ആളുകളുണ്ട്, നമ്മളെ ഉപദേശിക്കാൻ അവിടുന്നോ ഇവിടുന്നോ കയറി വരുന്ന ആളുകളുണ്ട്. ചിലപ്പം അവർ പറയുന്ന വാക്കുകളൊക്കെ ഭയങ്കര റീസണബിളായിട്ട് നമുക്ക് തോന്നിന്നിരിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അവരാരും നമുക്ക് വേണ്ടി ഒന്നും തരാൻ തയ്യാറല്ല. നമ്മളിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാനാണ് അവർ വരുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തീർച്ചയായും പോളിൻ്റെ ഈ വാക്കുകൾ, പോൾ അവിടെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും അപ്പോസ്തോലനാണ്. അതിനകത്ത് യാതൊരു, പോൾ പറയുന്ന കാര്യമാണ്, ഞാൻ അപ്പോസ്തോലനല്ലയോ, ഞാൻ യേശുവിനെ കണ്ടിട്ടില്ലയോ. പോൾ പറയാണ്, ഡു യു തിങ്ക് ദാറ്റ് ഐ ഹാവ് നോട്ട് സീൻ ജീസസ്? അവർ പറഞ്ഞെന്താണ്? പൗലോസ് യേശുവിനെ കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? ശരിയാണ്, പൗലോസ് പലസ്തീനിലൂടെ നടന്നു പോയ യേശുവിനെ പോള് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ കാര്യം, ആ സമയത്ത് യെരുശലേമിൽ ഗമാലിയലിൻ്റെ കാൽക്കീഴിലിരുന്ന് പോൾ പഠിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും യേശു കൂടുതൽ സമയം യെരുശലേമിലല്ലായിരുന്നു. യേശു കൂടുതൽ സമയം ഗലീലയിൽ ആയിരുന്നു. പള്ളിപ്പെരുന്നാളിനും മറ്റും അവൻ യെരുശലേമിലേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യേശു ജീവിച്ചത് വാസ്തവത്തിൽ എവിടെയല്ല, യെരുശലേമിൽ അല്ല. പോൾ ജീവിച്ചത് യെരുശലേമിലാണ്. അതുകൊണ്ട് തന്നെ യേശുവിനെ വ്യക്തിപരമായി കാണുവാനുള്ള ഒരു സൗഭാഗ്യം ആർക്കുണ്ടായിട്ടില്ല? പൗലോസിന് ഉണ്ടായിട്ടില്ല. പക്ഷേ ചരിത്രത്തിലെ യേശുവിനെ, അല്ലെങ്കിൽ ഗലീലക്കടൽപ്പുറത്തൂടെ നടന്ന യേശുവിനെ, യെരുശലേമിൻ്റെ തെരുവീതിയിലൂടെ നടന്ന യേശുവിനെ പോൾ കണ്ടില്ലെങ്കിലും പുനരുത്ഥിതനായ യേശുവിനെ പോൾ കണ്ടു. ചരിത്രത്തിലെ അതായത് നമുക്ക് ചിലപ്പോൾ ആളുകൾക്ക് ഒരു ചിന്തയുണ്ട്, അതുകൊണ്ടാണല്ലോ ഈ വിശുദ്ധ നാട് യാത്രയൊക്കെ ഇത്രയും വിജയിക്കുന്നതിൻ്റെ കാരണം. എല്ലാവർക്കും എന്ത് ചെയ്യണം? യേശു നടന്ന നാട്ടിലൂടെ നടക്കണം, യേശു കുളിച്ച വെള്ളത്തിൽ കുളിക്കണം, യേശു താമസിച്ച വീട്ടിൽ കയറണം, യേശു ശപിച്ച അത്തി കാണണം. എന്തൊരു കാര്യമാണെന്നറിയാം. കാശുണ്ടെങ്കിൽ പോയി കണ്ടോ, അതിനകത്ത് പ്രയാസമൊന്നുമില്ല എനിക്ക്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു ഗുണമുണ്ടാകുമെന്ന് ആരും ചിന്തിക്കണ്ട. ഇതുകൊണ്ടൊക്കെ നമ്മളുടെ ഒരു സോളിന് ഒരു ഇതുണ്ടാകും എന്നുള്ളതല്ലാതെ, യേശു നടന്ന വഴിയിലൂടെ നടക്കുന്നതിനേക്കാളും നല്ലതാണ് യേശു എൻ്റെ വഴിയിലൂടെ, അല്ലെങ്കിൽ യേശു എൻ്റെ ഭവനത്തിലേക്ക് കയറി വരുന്നത്. അവരൊക്കെ പലസ്തീനിൽ ചെന്നല്ലേ യേശുവിനെ കാണുന്നത്. എനിക്ക് യേശുവിനെ ഇവിടെ എൻ്റെ വീട്ടിൽ വെച്ച് കാണാമല്ലോ. അവരൊക്കെ വീട്ടിൽ വെച്ച് കാണുന്നില്ല, പിന്നെ എവിടെ പോയാൽ കാണാൻ നോക്കുന്നത്? യെരുശലേമിൽ പോയാണ് കാണാൻ നോക്കുന്നത്, അല്ലേ? യെരുശലേമിൽ പോകുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. അതിപ്പോൾ ഏത് നാടും പോലെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഹോളി ലാൻഡ്സ് എന്നുള്ള പേരൊന്നും ഇതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. എല്ലാ ലാൻഡും ഹോളി ലാൻഡാണ്. ഇന്ത്യയും ഹോളി ലാൻഡാണ്. ദൈവം സൃഷ്ടിച്ച എല്ലാ ഭൂമിയും ഹോളി ലാൻഡാണ്. യഹൂദന് ഒരു പ്രത്യേകതയും ഇല്ലെന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്. ആകയാൽ യഹൂദന് എന്ത് പ്രത്യേകത? അവർക്ക് പണ്ട് ദൈവം വചനം കൊടുത്തെന്നുമൊക്കെ ഉള്ളതല്ലാതെ ഇന്ന് ജീവിക്കുന്ന യഹൂദന് എന്തോന്ന് പ്രത്യേകത? ഇന്ന് ജീവിക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടി ചാകാൻ ആൾക്കാരുണ്ട്. അയൽവക്കത്ത് സുവിശേഷം പറയാത്തവർ യെരുശലേമിൽ കിടക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയിൽ കിടക്കുന്ന യഹൂദന് വേണ്ടി, യഹൂദൻ എന്ന് പറഞ്ഞാൽ രക്തം തിളയ്ക്കുന്ന പാട്ടുകളെ കണ്ടിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവന് ഒരു പ്രശ്നമില്ല. യഹൂദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം തിളയ്ക്കുന്നത്. ചുമ്മാതാണോ ഈ ബാക്കിയുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്? പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ ഭാരതീയരാണ്. ഭാരതത്തെക്കാൾ കൂടുതൽ സ്നേഹമൊന്നും നിങ്ങൾക്ക് യെരുശലേമിനോടും മറ്റുള്ള സ്ഥലങ്ങളോടൊന്നും ആവശ്യമില്ല. വി ആർ ഇന്ത്യൻസ്. മറ്റേ അത് വേറൊരു നാടാണ്. ഒരു കാലഘട്ടത്തിൽ ദൈവം അവരെ കൊണ്ടുപോയി താമസിപ്പിച്ചതായ സ്ഥലമാണ്. നമ്മൾ ഇനി അവിടോട്ടാണ് പോകുന്നതെങ്കിൽ അന്നേരം നമുക്ക് കാണാം. അല്ലാതെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന യേശുവിനെ കുറിച്ച് യാതൊരു രീതിയിലും ബോധ്യമില്ലാത്ത യഹൂദന്മാർ, അവർ നമ്മളുടെ ബന്ധക്കാരാണെന്നുള്ള നിലയിൽ അവർ സമ്മതിക്കത്തില്ല. അതതിനകത്തെ വലിയ തമാശ. നമ്മളിന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ സമ്മതിക്കുമോ? ഇല്ല. ഇതൊക്കെ ഒരു സം കൈൻഡ് ഓഫ്, നമുക്ക് തൊഴിലില്ലാതിരിക്കുമ്പോൾ ഓരോന്നോരോന്നൊക്കെ തോന്നും. ഇവിടെ അയൽവക്കക്കാരനോട് സുവിശേഷം പറയാൻ നേരമില്ലാത്തവൻ ഈ കാര്യമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ സ്വർഗീയ യെരുശലേമിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ നോക്ക്. അതാണ് ആവശ്യം. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ കൃത്യമായി പറയുന്നത്, നമുക്ക് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയിരുന്നെങ്കിൽ, അതായത് ആക്ഷരിക കനാൻ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് ഒരു കാലഘട്ടത്തിലേക്ക് താമസിക്കാൻ ദൈവം കൊടുത്ത ഒരു സ്ഥലം എന്നേ ഉള്ളൂ. അത് ദൈവം കൊടുത്തതാണ്, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ദൈവം കൊടുത്തതാണ്, അവർക്ക് കൊടുത്തതാണ്.
ഒരു പക്ഷേ അവരോടുള്ള ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഇന്നും ദൈവം അവർക്ക് വീണ്ടും എത്രയോ കാലങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം ദൈവം അവർക്ക് ആ സ്ഥലം കൊടുത്തു, ഒക്കെ ശരിയാണ്. പക്ഷേ ഇനി അവരെ പുനരധിവസിപ്പിക്കാനൊന്നും നമ്മൾ നോക്കിയൊന്നും വേണ്ട. ഒരു ക്രിസ്ത്യാനിയുടെ ചുമതല ഇസ്രായേലിയനെ അല്ലെങ്കിൽ യഹൂദനെ പുനരധിവസിപ്പിക്കുകയല്ല. ഒരു ക്രിസ്ത്യാനിയുടെ ചുമതല അവിശ്വാസത്തിൽ മരിക്കുന്ന പാപിയായ ജനങ്ങളെ യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞ് അവനെ പുതിയ യെരൂശലേമിന് ഭാഗവാക്കാക്കുകയാണ്. ആ ത്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു എംഫസിസിനെ കളയത്തക്ക രീതിയിൽ മറ്റൊന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. സുവിശേഷീകരണത്തോളം വലുതല്ല യഹൂദനെ പുനരധിവസിപ്പിക്കുന്ന ഒന്നും. വാട്ട് ഈസ് നീഡഡ് ഈസ് ഷെയറിങ് ഗോസ്പൽ വിത്ത് പീപ്പിൾ. ഇവർ പുനരധിവസിപ്പിച്ചിട്ട് അവൻ നരകത്തിലോട്ട് പോകുന്നതിനേക്കാളും നല്ലതല്ലേ? ഇവിടെ കൊച്ചിയിലുള്ള കുറച്ച് യഹൂദന്മാരെ കൂടെ നമ്മൾ കാശ് മുടക്കി അങ്ങ് യെരൂശലേമിൽ കൊണ്ട് താമസിപ്പിച്ചാലും അവൻ കർത്താവിനെ സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടെ കൊണ്ട് തന്നെയാണ് പോകുന്നത്, നരകത്തിലോട്ടല്ലേ പോകുന്നത്. എന്നാൽ പിന്നെ ആ പൈസ മുടക്കി 10 പേരോട് സുവിശേഷം പറഞ്ഞ് അവനെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ നോക്ക്. ആ എഫേർട്ട്, പൈസ മാത്രമല്ല ഞാൻ പറയുന്നത്, ഓൾ ദ തിങ്സ് ഐ എം സോറി. പലപ്പോഴും ഇങ്ങനെയുള്ള ഉപദേശങ്ങളെല്ലാം നമ്മുടെ വിരുദിനെ തെറ്റിക്കാനായിട്ട്, ദാറ്റ്സ് വാട്ട് ഐ സേ, നമ്മുടെ വിരുദിനെ തെറ്റിക്കുന്നത്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ബോധ്യങ്ങളിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ സുവിശേഷം, അത് യഹൂദനോടും സുവിശേഷം അറിയിക്കണം. പോളിൻ്റെ തൃഷ്ണ എന്തായിരുന്നു? പോളിൻ്റെ തൃഷ്ണ ഒരിക്കലും എന്തല്ലായിരുന്നു, എങ്ങനെ യഹൂദനെ പുനരധിവസിപ്പിക്കാമെന്നുള്ളതല്ലായിരുന്നു. പൗലോസിൻ്റെ തൃഷ്ണ എങ്ങനെയും അവർ കർത്താവിനെ അറിയണമെന്നുള്ളതായിരുന്നു. അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളത് എൻ്റെ ഹൃദയത്തിൻ്റെ അഭിവാഞ്ചയാകുന്നെന്നാണ് അപ്പോൾ പറയുന്നത്. അവർ രക്ഷിക്കപ്പെടണം. എനിക്ക് യഹൂദനോട് സ്നേഹമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എനിക്ക് പലസ്തീനിയോടും സ്നേഹമുണ്ട്. എനിക്ക് 2 കൂട്ടരും രക്ഷിക്കപ്പെടണം. അതാണ് എൻ്റെ ആഗ്രഹം. 2 കൂട്ടരും എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. 2 കൂട്ടരും കർത്താവിനെ കാണണം. കർത്താവിനെ കാണാത്തത് കൊണ്ടാണ്, കർത്താവിനെ അറിയാത്തത് കൊണ്ടാണ് ഈ യഹൂദനും പലസ്തീനിയും തമ്മിലടിക്കുന്നത്. അല്ലാതെ വേറെ റീസണൊന്നുമില്ല. അവർ 2 പേരും കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ ഈ തമ്മിലടി ഉണ്ടാകത്തില്ലല്ലോ. ഉണ്ടാകുമോ? ഇല്ല. എല്ലാവരും കർത്താവിനെ കാണട്ടെ, ലോകത്തിലെല്ലാവരും കർത്താവിനെ കാണട്ടെ. പിന്നെ ഒരു കാര്യം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു യഹൂദൻ്റെ ആത്മാവിനും ഒരു പലസ്തീനയുടെ ആത്മാവിനും ഒരേ വിലയാണെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. സ്വർഗത്തിൽ ഒരു യഹൂദൻ്റെ വിലയും ഒരു പലസ്തീനയുടെ വിലയും ഒന്നു തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ ഈ ഇടയ്ക്ക് ഈ കാര്യങ്ങൾ പറയുന്നത് പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായ പല ഉപദേശങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കൊണ്ടുവരുന്നതിനകത്ത് നിങ്ങൾ വീണ് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, പോള് പറയുന്നു, ഞാൻ യേശുവിനെ കണ്ടിട്ടില്ലയോ? യെസ്, ഐ ഹാവ് സീൻ ജീസസ്. പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ യേശു പലസ്തീനിലൂടെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പലസ്തീനിലൂടെ യേശു നടന്നു പോകുന്നത് കണ്ടിട്ടില്ല. പക്ഷേ എന്ത് കണ്ടു? പുനരുത്ഥിതനായ യേശു എനിക്ക് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ പ്രത്യക്ഷനായി. ഞാൻ യേശുവിനെ കണ്ടിട്ടുണ്ട്. അല്ലല്ല, നേരിട്ട് ശരീരത്തിൽ ജീവിക്കുന്ന യേശുവിനെ നീ കണ്ടിട്ടില്ലല്ലോ. ശരീരത്തിൽ ജീവിക്കുന്ന യേശുവിനെ കണ്ടതുകൊണ്ട് എന്താ ഇത്ര വലിയ പ്രത്യേകത? അവർക്കേ അപ്പോസ്തലന്മാരാകത്തുള്ളൂ. പക്ഷേ അങ്ങനെ കണ്ടതുകൊണ്ട് ഉടനെ അപ്പോസ്തലനാകുമോ? ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന യേശുവിനെ 12 അപ്പോസ്തലന്മാർ മാത്രമല്ല കണ്ടത്, യൂദാസും കണ്ടില്ലേ? ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന യേശുവിനെ ആരും കണ്ടു? യൂദാസും കണ്ടു. പീലാത്തോസ് കണ്ടില്ലേ? ഹേരോദാവ് കണ്ടില്ലേ? ആരാ കാണാഞ്ഞത്? അന്ന് ജീവിച്ചിരുന്ന എല്ലാവരും കണ്ടു. അവൻ്റെ ക്രൂശിൽ രക്ഷിക്കപ്പെട്ട ഒരു കള്ളനുണ്ട്, രക്ഷിക്കപ്പെടാത്തൊരു കള്ളനില്ലേ? അവനും കണ്ടില്ലേ? കർത്താവിൻ്റെ ക്രൂശ് കണ്ടില്ലേ? അവൻ രക്ഷിക്കപ്പെട്ടോ? അവൻ പറുദീസയിൽ പോയോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്ഥലത്തിനോ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ക്രൂശിൻ്റെ തടിക്കോ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ക്രൂശ് കണ്ടെടുത്തെന്നും അതിൻ്റെ തടിയുടെ കഷണം വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പലയിടത്ത് ആൾക്കാർ വിറ്റു. ആ വിറ്റ തടി കഷ്ണം എല്ലാം കൂടെ വാങ്ങിച്ച് കൂട്ടി വെച്ചായിരുന്നെങ്കിൽ കുരിശല്ല ഒരു കപ്പൽ പണിയാമായിരുന്നു. കാൽവറിയിലെ മണ്ണ് അടിസ്ഥാനമാക്കി ഇട്ടുകൊണ്ടാണ് പീസായിലെ ഗോപുരം പണിതെന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ടും ആ സാധനം ചരിഞ്ഞു പോയി. ഇതൊക്കെ നമുക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളാണ്. നമ്മൾ മതം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോഴുണ്ടാകുന്ന പ്രത്യേകതയാണ്. ഇത് തീർത്ഥാടനം പോലെയാണ്. ഇത് നമുക്കൊരിക്കലും
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ടൂർ പോകുന്നത് പോലെ ഇപ്പോൾ പലസ്തീൻ പോയി കണ്ടാൽ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ചില സ്ഥലങ്ങൾ കാണുന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് നിങ്ങളുടെ ആത്മീയതയ്ക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ടൂർ പോകുന്ന പോലെ പോകുന്നേ പൊക്കോ. ഞാൻ ഈ പറയുന്ന ചില സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ടൂർ പോയതൊന്നുമല്ല. എന്നോട് കർത്താവ് പോകാൻ പറഞ്ഞ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ കൈറോയിൽ താമസിച്ചിട്ടുണ്ട്. പിരമിഡുകളുടെ അടുത്ത് പോയിട്ടുണ്ട്. ഇത് കർത്താവ് എന്നോട് വേറെ കാര്യത്തിന് വേണ്ടി പറഞ്ഞാണ്. പോകാൻ പറഞ്ഞത് സ്ഥലം കാണാൻ പോകാൻ പറഞ്ഞതല്ല. സ്ഥലം കാണാൻ പോകാൻ ആയിരുന്നെങ്കിൽ അല്ലാതെ പോയനെ. ഐ വാസ് എലോൺ. ഞാൻ കൈറോയുടെ തെരുവുകളിൽ ട്രാക്റ്റുകൾ കൊടുത്ത് നടന്നിട്ടുണ്ട്. കൈറോയിലെ ഇസ്ലാമിക് ആൾക്കാരുടെ വീടുകൾ കയറിയിട്ടുണ്ട്. അവിടുത്തെ പള്ളികളിൽ ഞാൻ കയറി സംസാരിച്ചിട്ടുണ്ട്. ഐ മെറ്റ് പീപ്പിൾ. ഞാൻ പറഞ്ഞത് അത് പറയാൻ വേണ്ടിയല്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ കഴിയുന്ന കൂട്ടത്തിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടലിലെ ആൾക്കാർ എപ്പോഴും എന്നോട് ചോദിക്കും, നീ എന്താ ക്രിസ്ത്യാനിയായിട്ട് ഇത്രയും വരെ വന്നിട്ട് യെരുശലേമിലേക്ക് പോകാത്തത്? കാര്യം അവന്മാർ ടൂറിൻ്റെ ഓപ്പറേറ്റേഴ്സ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും നാൾ നീ ഇവിടെ താമസിച്ചിട്ടുണ്ട്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് എവിടെ പോകും? സീനായി കാണാൻ പോകും. അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് കാണുന്നതിന് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാൻ ചോദിക്കണോ, ഞാൻ പോകണോ? കർത്താവ് ചോദിച്ചു, നീ ഇവിടെ എന്തിനാണ് വന്നത്? അല്ല, നീ എന്നെ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പറ്റതാ. എന്നാൽ പ്രാർത്ഥിച്ചു വീട്ടിൽ പോകാൻ പറഞ്ഞു. അതിനർത്ഥം ഒരിക്കലും ഇത് കാണാൻ പോകരുതെന്നോ ഒന്നുമല്ല. നാളെ പോകരുതെന്ന്, നാളെ പോകാൻ കർത്താവ് പലസ്തീനിൽ പോകാൻ പറഞ്ഞാൽ പലസ്തീനിൽ പോകും. അത് വേറെ കാര്യം. കർത്താവ് പറയുന്നതൊക്കെ അനുസരിക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ആകെയുള്ള പ്രശംസ. പോൾ പറയുന്നത് പോലെ, ഐ വാസ് നെവർ ഡിസൊബീഡിയൻറ്റ് ടു ദ ഹെവൻലി കോൾ. കർത്താവ് സംസാരിച്ച സംസാരത്തിനും കാര്യങ്ങൾക്കും അനുസരണക്കേട് കാണിക്കാതെ ജീവിക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇവിടെ പോൾ പറയുന്നത്, നിങ്ങൾ പറയുന്നത് പോലെ യേശു ഭൂമിയിലൂടെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഭൂമിയിലൂടെ നടക്കുന്നത് കണ്ട എത്രയോ പേരുണ്ട്. എത്രയോ പേര്. അവരാരും ഈ പറയുന്ന പ്രയോജനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇല്ലേ? എന്നാൽ ഞാൻ പുനരുത്ഥിതനായ യേശുവിനെ കണ്ടിട്ടുണ്ട്. ചരിത്രത്തിലെ യേശുവിനെ കാണാൻ കഴിയുന്നത് നല്ല കാര്യം. പക്ഷേ ആ ചരിത്രത്തിലെ യേശുവിനെ കാണുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഇന്ന് ഞാൻ ആത്മാവിൽ കർത്താവായ യേശുവിനെ കാണുന്നതും. 1 യോഹന്നാന്റെ ലേഖനത്തിൻ്റെ 1 അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള മെസ്സേജസ് സീരീസിലുണ്ട്. യഥാർത്ഥ ആത്മീയത ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്ന CD-യിൽ ഞാൻ ഇവിടെ തന്നെ എടുത്ത ക്ലാസ്സാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ അവിടെ യോഹന്നാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ കേട്ടതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ട് പോൾ പറയുന്നുണ്ട്. അത് ഒരു എക്സ്ക്ലൂസീവ് കാര്യമായിട്ട് പറയാനല്ല പറഞ്ഞതെന്ന്. പോളല്ല, യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ പറയാണ്, ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ ഈ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അവനെ അറിഞ്ഞു. എന്നാൽ ഇതൊക്കെ ഞങ്ങൾക്ക് മാത്രമുള്ള, അതായത് യേശുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശിഷ്യന്മാരായ ഞങ്ങൾക്ക് മാത്രമുള്ള എക്സ്ക്ലൂസീവ് അനുഭവമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞങ്ങളിത് എഴുതുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ കണ്ടതിനെയും കേട്ടതിനെയും അനുഭവിച്ചതിനെയും നിങ്ങളും കാണേണ്ടതിനും കേൾക്കേണ്ടതിനും അങ്ങനെ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനുമാണ് ഞാനിത് എഴുതുന്നത്. അതായത് യേശുവിനെ കൈകൊണ്ട് തൊട്ട യോഹന്നാൻ, യേശുവിൻ്റെ വാക്കുകൾ ചെവി കൊണ്ട് കേട്ട യോഹന്നാൻ, യേശുവിനെ കണ്ട കണ്ണുകൾ, ഇതേപോലെ തന്നെ എനിക്ക് ഇന്ന് ആത്മാവിൽ യേശുവിനെ കാണാനും സ്പർശിക്കാനും കഴിയും എന്നാണ് യോഹന്നാൻ പറയുന്നത്. അത് കഴിയണം. അതാണ് കൂടുതൽ പ്രധാനം. തോമസ് കർത്താവിനോട് പറഞ്ഞു, നിൻ്റെ കൈവിരലുകളിൽ, നിൻ്റെ വിരൽപ്പാടുകളിൽ എൻ്റെ കൈവിരലിടാതെ, നിൻ്റെ ആണിപ്പാടുകളിൽ എൻ്റെ കൈവിരലുകളും നിൻ്റെ സൈഡിൽ എൻ്റെ വിലാപ്പുറത്ത് എൻ്റെ കൈയും ഇടാതെ ഞാൻ വിശ്വസിക്കത്തില്ല. കർത്താവ് പറഞ്ഞിട്ട് നോക്കൂ. എന്നിട്ട് പറഞ്ഞു, തോമസ്, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, പക്ഷെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അത് പറയുമ്പോൾ യേശുവിനെ നേരിട്ട് കണ്ട് വിശ്വസിച്ചവരെക്കാൾ ഭാഗ്യവാന്മാരാണ് വാസ്തവത്തിൽ വിദൂരത്തിൽ ആത്മാവിൽ യേശുവിനെ കണ്ട് വിശ്വസിക്കുന്നവരായ നമ്മൾ എന്നുള്ളത് മറന്നു പോകരുത്. തീർച്ചയായും യേശുവിനെ കാണാൻ കഴിയുന്ന ഒരു യൂണീക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ആത്മാവിൽ യേശുവിനെ കാണുക എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ എക്സ്പീരിയൻസ് ഒന്നും അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പൗലോസിനെ കുറിച്ചുള്ള അവിടെ രണ്ടാമത്തെ പ്രശ്നം എന്തായിരുന്നു? പൗലോസ് പണം ചോദിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. പണം ചോദിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. പൗലോസ് കൊരിന്തിൽ നിന്ന് പണം, കൊരിന്ത്യയിൽ താമസിച്ചപ്പോഴാണ് പൗലോസ് കൂടാരപ്പണി ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട്, പൗലോസ് ജീവിതകാലം മുഴുവൻ കൂടാരപ്പണി ചെയ്താണ് ജീവിച്ചതെന്ന്. അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്ന എത്രയോ ആളുകളെ മാതാപിതാക്കൾ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്, പൗലോസ് പോലും എന്തോ ചെയ്തുകൊണ്ടാണ് ജീവിച്ചത്, കൂടാരപ്പണി ചെയ്തുകൊണ്ടാണ് ജീവിച്ചത്, അതുകൊണ്ട് പണിയെടുത്ത് ജീവിക്കടാ.
പണിയെടുക്കുന്നതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. പൗലോസിന് പണിയെടുക്കാമെങ്കിൽ വേറെ ആർക്കും പണിയെടുക്കാം. അതായത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തതിന് ശേഷം ഒരിക്കലും പണിയെടുക്കത്തില്ല. സുവിശേഷ വേല ചെയ്യുമെന്ന് തീരുമാനിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പണിയെടുക്കത്തില്ലെന്നൊരു തീരുമാനം കൂടെ എടുക്കാൻ ആരോടും കർത്താവ് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഒരു ചിന്ത അതാണ്. സുവിശേഷ വേല ചെയ്യാമെന്ന് എടുക്കുന്ന തീരുമാനത്തോട് ചേർന്നുള്ള ഒരു തീരുമാനമായിട്ടാണ് നമ്മളെന്തോ ചിന്തിച്ചിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് പണിയെടുക്കത്തില്ലെന്ന്. പ്രിയമുള്ളവരെ, അങ്ങനൊന്നും കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ പണിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ സുവിശേഷ വേല ചെയ്യുന്ന സമയത്ത് അന്നേരം പോയി പണിയെടുത്തിട്ടേ ഞാൻ ജീവിക്കത്തുള്ളൂ എന്നും പറയുന്നത്. 24 hours പണിയെടുക്കത്തൊക്കെ 24 hours സുവിശേഷ വേല ചെയ്യാൻ എനിക്ക് ഉണ്ടായിരിക്കെ ഞാൻ സുവിശേഷ വേല നിർത്തിയിട്ട് പണിയെടുക്കാൻ പോകരുത്. പണി നിർത്തിയിട്ട് സുവിശേഷ വേല ചെയ്യുന്നതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ സുവിശേഷ വേല നിർത്തിയിട്ട് എവിടെ പോകാൻ പാടില്ല? പണിയെടുക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്കുണ്ട്, സുവിശേഷ വേലയോടുകൂടെ ജോലി ചെയ്താൽ പ്രശ്നമില്ല, പക്ഷേ ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യരുത്. പറഞ്ഞതിനർത്ഥം മനസ്സിലാക്കണം. ചിലപ്പോൾ ആളുകളൊക്കെ എന്നോട് ചോദിക്കും, ബ്രദറെ, ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്താൽ പ്രശ്നമല്ലോ ഉണ്ടോ? ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ട്. കാര്യം, ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടുതൽ പ്രാധാന്യം എന്തിനാണ്? ജോലിക്കാണ്. എന്നാൽ സുവിശേഷ വേലയോടുകൂടെ നിങ്ങളൊരു ജോലി ചെയ്താൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാര്യം, സുവിശേഷ വേലയാണ് ദൈവം നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. അതിനോട് കൂടെ നിങ്ങൾ പണിയെടുത്തു, എനിക്കൊരു വിരോധമില്ല. അതിൻ്റെ കൂടെ നിങ്ങളൊരു ജോലി എടുക്കുകയാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പല ആളുകളും, എസ്പെഷ്യലി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും മറ്റുള്ളവരുമായ ആളുകൾ, അവർ നല്ല പ്രൊഫഷണൽ കോഴ്സസ് കഴിഞ്ഞിട്ട്, എഞ്ചിനീയറിങ്ങോ അതുപോലെയുള്ള കോഴ്സസ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് അവർ നേരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വരുമ്പോഴത്തേക്ക് മാതാപിതാക്കളെല്ലാം ചോദിക്കുന്ന ചോദ്യമാണ്, എടാ പൗലോസ് എങ്ങനെയാണ് ജീവിച്ചെന്ന് നീ ആലോചിച്ച് നോക്ക്. പൗലോസ് എങ്ങനെയാണ് ജീവിച്ചേ? അവൻ പണിയെടുത്താ ജീവിച്ചേ. ആകെ കൊരിന്തിലാണ് പോൾ പണിയെടുക്കാൻ അത്രയും ഉത്സാഹിച്ചത്. കാര്യം എന്നറിയാം, അവന്മാരൊന്നും കൊടുത്തില്ല. ഇതാണ് സത്യം. പൗലോസ് വാങ്ങിച്ചില്ല എന്ന് പറയുന്നതല്ല സത്യം, ഇവന്മാരൊന്നും കൊടുത്തില്ല എന്ന് പറയുന്നതാണ് സത്യം. കാര്യം, ഈ കൊരിന്തിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, എല്ലാവരും, അതായത് വാട്ട് യു സേ, റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും, ഏത് റിലീജിയനാണെങ്കിലും അതെല്ലാം പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആര് റിലീജിയസ് വർക്ക് ചെയ്താലും, അല്ലെങ്കിൽ ആത്മീയമായ ശുശ്രൂഷകൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും പണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്. അങ്ങനൊരു ധാരണ കിടക്കുന്നത് കൊണ്ട് പോൾ ചിന്തിച്ചു, അത് ദൈവനാമത്തിന് അപമാനമാണല്ലോ, അതുകൊണ്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, പണം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവനാമത്തിന് അപമാനം ഉണ്ടാകരുത് എന്ന് വെച്ച് എക്സ്ട്രാ പണിയെടുത്തതാണ് പോൾ എന്ത് ചെയ്തത്, കൂടാരപ്പണി ചെയ്തു എന്ന് പറയുന്നത്. എക്സ്ട്രാ പണിയെടുത്തതാണ്. അത് അല്ലാത്ത സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഈ സ്ഥലങ്ങൾ അല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോൾ ശരിക്കും പണിയെടുത്തിട്ടുണ്ടല്ലോ. ഹി വാസ് ഡൂയിങ് വർക്ക് ആൻഡ് ഈവൻ ഹി വാസ് റിസീവിങ് മണി. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, പണം വാങ്ങിച്ചിട്ടുണ്ട്. മാസിഡോണിയൻ ചർച്ചസിൽ നിന്നൊക്കെയും പണം അവന് വാങ്ങിച്ചിട്ടുണ്ട്. മക്കതോന്യ സഭകളിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നീട് ആ കാര്യത്തെക്കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവനാമത്തിന് അപമാനം ഉണ്ടാകാനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. അത്രയേ ഉള്ളൂ. ദൈവനാമത്തിന് അപമാനം ഉണ്ടാകാൻ പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, മീറ്റിങ്ങുകളെല്ലാം സ്വത്രാഴ്ച എടുക്കുന്നത് എന്താണ്, കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കാശുണ്ടാക്കാൻ വേണ്ടിയൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ അങ്ങനെ ഒരു പേര് കിടക്കുന്ന സ്ഥലത്ത്, ഇവിടെല്ലാം നിങ്ങൾ എൻ്റെ CD വാങ്ങിക്കുന്നത് പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്. പക്ഷേ ഗൾഫ് കൺട്രീസിൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ CD എല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. 10,000 CD ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? കാശ് കൂടുതലുണ്ടായിട്ടൊന്നുമല്ല. അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഈ ഉപദേശിമാരെല്ലാം ഗൾഫിൽ വരുന്നത് CD വിൽക്കാനാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചു, ഇവിടെ ഞാനെന്ത് ചെയ്യുന്നില്ല, CD വിൽക്കുന്ന പ്രശ്നമേ ഇല്ല. കാര്യം, ദൈവനാമത്തിന് അപമാനം ഉണ്ടാകരുത്. അങ്ങനെ ദൈവനാമത്തിന് അപമാനം ഉണ്ടാകാതിരിക്കാൻ പോള് എന്ത് ചെയ്തു, സ്വന്തം കൈകൊണ്ട് പണിയെടുത്ത്. അങ്ങനൊരു സാഹചര്യമാണെങ്കിൽ അത് ചെയ്യാം. എന്നാൽ ഈ കൊരിന്തിൽ താമസിക്കുമ്പോൾ പോലും പൗലോസിൻ്റെ ബുദ്ധിമുട്ട് തീർത്തത് മക്കതോന്യ സഭകളാണെന്നാണ് പറയുന്നത്, ഇല്ലേ? കൊരിന്തിൽ അവർ താമസിക്കുമ്പോൾ പോലും പൗലോസിൻ്റെ ബുദ്ധിമുട്ട് തീർത്തത് ആരാണ്? മക്കതോന്യ സഭകളാണ് എന്ന് പോൾ തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. പോൾ തന്നെ ഇവിടെ ഈ പശ്ചാത്തലത്തിലാണ് പോൾ പറയുന്നത്, എൻ്റെ അപ്പോസ്തോലികത്വം പണം ചോദിക്കുന്നില്ല എന്ന് പറയുന്നത്
ഇതിനകത്ത് അർത്ഥമില്ല. ഞാൻ പണം ചോദിക്കാതെ ഞാൻ എന്ത് ചെയ്തു? മറ്റ് സഭകളെ കവർച്ച ചെയ്തു എന്ന് പറയുന്നത്. നിങ്ങളോട് പണം ചോദിക്കാതെ ഞാൻ എന്ത് ചെയ്തു? നിങ്ങളുടെ ഇടയിൽ ഞാൻ ജോലി ചെയ്തപ്പോൾ നിങ്ങളോട് ചോദിച്ചില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്തു? മറ്റ് സഭകളെ കവർച്ച ചെയ്തു. കവർച്ച ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങളായിരുന്നു എനിക്ക് തരേണ്ടിയിരുന്നത്. നിങ്ങൾ തരാഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഇടയിലെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി മാസിഡോണിയൻ ചർച്ചസ് ആണ് എനിക്ക് പണം തന്നത്. അത് ശരിയാണല്ലോ. പലപ്പോഴും നമ്മൾ ഈ പൈനിയർ മിഷൻ വർക്കിലൊക്കെ ഉള്ള സ്ഥലത്ത് സഭ വളർന്നു കഴിഞ്ഞാലും അവരെന്ത് ചെയ്യത്തില്ല? സ്വത്രാഴ്ച കൊടുക്കത്തില്ല. ഈ ഉപദേശം എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ എന്നുള്ളതാണ് അവരുടെ ചിന്ത. നാച്ചുറലി വാട്ട് ഹാപ്പൻസ്? അപ്പോഴും ഇവർക്ക് കൊടുക്കാൻ കഴിയും. കൊരിന്തിലൊക്കെ സംഭവിച്ച പ്രശ്നം ഇതാണ്. ഇവർക്ക് കൊടുക്കാനില്ലാത്തതൊന്നുമല്ല. കൊരിന്തിലുള്ള ആളുകൾ അത്ര പാവം പിടിച്ചവരൊന്നുമല്ല. പാവപ്പെട്ടവരുണ്ടെങ്കിലും ധനികരായ ആളുകൾ പലരുണ്ടായിരുന്നു. പക്ഷേ ഇവരാരും പൈസ കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? പോള് എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ എന്ന് അവർ ചിന്തിച്ചു, ഇല്ലേ? അത് അപ്പോസ്തോലികത്വത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് പറയുന്നത്. എന്നാൽ പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ മുദ്ര ഞാൻ പണം വാങ്ങിക്കുന്നതല്ല. അതിൻ്റെ 2ാമത്തെ വാക്യം വായിക്കുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്ന, അതായത് 1 Corinthians chapter 9 verse 2 പറഞ്ഞിരിക്കുന്നത് 1 and 2, അവിടെ ഞാൻ യേശുവിനെ കണ്ടിട്ടില്ലയോ? കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അല്ലയോ? മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തോലൻ അല്ലെന്ന് വരികിൽ എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങൾക്ക് ആകുന്നു. മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തോലൻ അല്ലെന്ന് വരികിലും ഞാൻ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ അപ്പോസ്തോലനാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ അപ്പോസ്തോലനാണ്. കാരണം നിങ്ങളെ ഞാനാണ് യേശു കർത്താവിലേക്ക് നയിച്ചത്. നിങ്ങളെ ഞാനാണ് വളർത്തിക്കൊണ്ടുവന്നത്. നിങ്ങളെ ഞാനാണ് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കുറഞ്ഞത് ഞാൻ ആരാണ്? അപ്പോസ്തോലൻ. യഹൂദന്മാർ പറഞ്ഞോട്ടെ അവൻ അപ്പോസ്തോലനല്ലെന്ന്, പക്ഷേ നിങ്ങൾക്ക് ഞാൻ അപ്പോസ്തോലനാണ്. അപ്പോസ്തോലൻ പണം സഭയിൽ നിന്ന് സ്വീകരിക്കാമോ? ഇത് സ്വാഭാവികമായൊരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരമാണ് പോള് താഴെയുള്ള വാക്യങ്ങൾ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്. സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവൻ ആര്? പല ആളുകളെ അവിടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് സോൾജിയർ. 2ാമത് പറയാണ് മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിൻ്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആര്? ഒരു ഫാർമർ. ആട്ടിൻകൂട്ടത്തെ മേയിച്ചിട്ട് അതിൻ്റെ പാൽ കുടിക്കാതിരിക്കുന്നവൻ ആര്? 3ാമത്തെ ആളാണ്. അപ്പോൾ ഒരു സോൾജിയർ, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുന്ന ആള്, ഒരു ഫ്ലോക്ക് ആട്ടിൻകൂട്ടത്തെ വളർത്തുന്ന ആള്. ഇവരെല്ലാവരും അവരുടെ അധ്വാനത്തിൻ്റെ ഫലം തിന്നുന്നുണ്ടല്ലോ, പോൾ പറയാണ്. അതുകൊണ്ട് ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു അപ്പോസ്തോലൻ അയാളുടെ അധ്വാനത്തിൻ്റെ ഫലം അവരിൽ നിന്ന് പ്രാപിക്കുന്നതിനകത്ത് തെറ്റില്ല എന്ന് പോൾ പറയാണ്. എന്ന് തന്നെയല്ല അതിന് പശ്ചാത്തലമായിട്ട് 9ാം വാക്യത്തിൽ 8ാമത്തെ വാക്യത്തിൽ ഞാനിത് മനുഷ്യരുടെ മര്യാദ പ്രകാരമോ പറയുന്നത്, ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ? മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. യു ഷാൽ നോട്ട് മസിൽ ആൻ ഓക്സ് വെൻ ഇറ്റ് ഈസ് ട്രെഡിങ് ഔട്ട് ദ ഗ്രെയിൻ. ആവർത്തന പുസ്തകം 25-ാം 4ാം വാക്യത്തിലെ കാര്യമാണത് ആവർത്തിച്ച് പറയുന്നത്. എന്നിട്ട് 10ാമത്തെ വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് അല്ല കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ, അതേ ഉഴുന്നവൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് അത്രേ. അപ്പോൾ അടുത്തതായിട്ട് പറയുന്നത് പ്ലോവ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഉഴുന്നയാൾ, മെതിക്കുന്നയാൾ. ഉഴുന്നയാൾ ആശയോടുകൂടെ ഉഴുന്നു, മെതിക്കുന്നയാൾ ആശയോടുകൂടെ മെതിക്കുന്നു. ഇതൊക്കെ നമ്മൾ സമൂഹത്തിലും പ്രകൃതിയിലും കണ്ടുകൊണ്ടിരിക്കുന്നതായ കാര്യമാണ്. അതുകൊണ്ട് ഒരു അപ്പോസ്തോലൻ അവൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ഫലം സ്വീകരിച്ചാൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കുറ്റം പറയാൻ പറ്റത്തില്ല. 11ാമത്തെ വാക്യം വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ആത്മികമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ? ഞങ്ങൾ നിങ്ങൾക്ക് സ്പിരിച്വലായിട്ട് എൻറിച്ച്മെൻറ്റ് ഉണ്ടാക്കി തന്നിട്ട് നിങ്ങളുടെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ചാൽ അതൊരു വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ ചിന്തിക്കുമോ? മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ബ്ലെസ്സിങ്സ് അല്ല, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്. ഞാനിത് പറയാൻ കാര്യം, ചില സ്ഥലങ്ങളിൽ വളരെ വൾഗറായിട്ട് ഈ വാക്യം ഉപയോഗിച്ച് ആളുകൾ മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതായത് വി ഗിവ് യു വാട്ട് ഈസ് സ്പിരിച്വൽ ആൻഡ് യു നീഡ് ടു ഗിവ് അസ് ബാക്ക് വാട്ട് ഈസ് ഫിസിക്കൽ. ശരീരത്തെ ആവശ്യപ്പെടുന്ന, ഞാൻ അവിടെ കൊണ്ടങ്ങ് പറഞ്ഞു നിർത്തുകയാണ്. ബിക്കോസ് വി ഗിവ് യു വാട്ട് ഈസ് സ്പിരിച്വൽ ആൻഡ് യു ഓ അസ് യുവർ ബോഡി എന്ന് പറയുന്ന, അങ്ങനെ പഠിപ്പിച്ചതായ ചില സഭകളെ പോലും എനിക്കറിയാം. വി നീഡ് ടു ബി വെരി കെയർഫുൾ. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ബോഡിയുടെ കാര്യമല്ല. നിങ്ങളുടെ ബോഡി ഒരു അപ്പോസ്തോലനും പങ്കുവയ്ക്കാനായിട്ട് വേദപുസ്തകം പറയുന്നില്ല, അനുവദിക്കുന്നില്ല.
ഞങ്ങൾ ആത്മികമായത് വിതച്ചിട്ട് ഐഹികമായത് മാറ്റർ, നിങ്ങളുടെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് നിങ്ങൾ ഞങ്ങൾക്ക് പങ്കുവെച്ചാൽ അത് ഞങ്ങൾ സ്വീകരിക്കുന്നതിനകത്ത് പ്രശ്നമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതിന് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. എന്നിട്ട് പറയുന്ന ദേവാലയത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്ന ടെമ്പിൾ സർവീസാണ് 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ദേവാലയ കർമ്മങ്ങൾ ചെയ്യുന്നവൻ ദേവാലയം കൊണ്ട് ഉപജീവിക്കുന്നുവെന്നും യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവൻ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാർ ആകുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ പഴയ നിയമത്തിൻ്റെ നിയമമനുസരിച്ചും ദേവാലയത്തിൻ്റെ കർമ്മങ്ങളനുസരിച്ചും പ്രകൃതിയിലെ നിയമങ്ങളനുസരിച്ചും എങ്ങനെ നോക്കിയാലും അധ്വാനിക്കുന്നവന് ആ അധ്വാനത്തിൻ്റെ ലോകത്ത് നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? പ്രതിഫലം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു അപ്പോസ്തലന്, ഒരു സുവിശേഷകന് അവൻ ആരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നു അവരിൽ നിന്ന് ഐഹികമായത് സ്വീകരിച്ചാൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു പാപമായിട്ടോ തെറ്റായിട്ടോ പറയാൻ കഴിയില്ല. എന്നിട്ട് പറയുകയാണ്, എങ്കിലും ഇതെല്ലാം ശരിയാണെങ്കിലും ഞാൻ ഇതൊന്നും ഇതുവരെ ഞങ്ങൾ ഈ അധികാരം ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഇത് ഒന്നും പ്രയോഗിച്ചിട്ടില്ല, ഈ അവകാശങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. 12-ാം വാക്യത്തിലാണ് പോൾ പറയുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നിങ്ങളുടെ മേൽ ഈ അധികാരം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം, എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ സകലവും ഞങ്ങൾ പൊറുക്കുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ. എന്തുകൊണ്ടാണ് സ്വീകരിക്കാഞ്ഞത്? ഞങ്ങൾക്ക് ആവശ്യമില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്കിതിന് അവകാശമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞങ്ങൾക്കൊരു വലിയ ബോധ്യമുണ്ടായിരുന്നു, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വിഘ്നം വരരുത്. സുവിശേഷത്തിൻ്റെ മുന്നേറ്റത്തിന് വിഘ്നം വരുവാൻ പാടില്ല. ഞാൻ ഈ ടാൻസാനിയയിൽ ഇപ്രാവശ്യം ഉണ്ടായിരുന്ന സമയത്ത് അവിടെയുള്ള ഈ ഗുജറാത്തി, നിങ്ങൾക്കറിയാലോ ഗുജറാത്തി ബിസിനസ് പീപ്പിൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിവിടുത്തെ ഒരു ഇന്ത്യൻ ഒറിജിനിലുള്ള ആളുകൾ പോകുന്ന ഒരു ചർച്ചിലെ ഒരു മീറ്റിങ്ങിന് ഞാൻ ഇന്ത്യൻസുമായിട്ട് അവിടെ ബന്ധമില്ല, ഞാൻ ടോട്ടലി അവിടുത്തെ ടാൻസാനിയൻസുമായിട്ട് എനിക്ക് ബന്ധമുള്ളൂ. അവരുടെ പാസ്റ്റർ അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ദേ വോണ്ടഡ് മീ ടു ഗോ ആൻഡ് ടീച്ച്. അങ്ങനെ ഒരു ദിവസം ചെന്ന സമയത്ത് എൻ്റെ മെസ്സേജൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഗുജറാത്തി പയ്യൻ എന്നോട് പറഞ്ഞു, ഇവിടെ അനേക ഗുജറാത്തികളുണ്ട്, അവരൊക്കെ പ്രാർത്ഥന ആവശ്യമുള്ളവരാണ്, അതുകൊണ്ട് ബ്രദർ ഒന്ന് വരാമോ, ഞാൻ കൊണ്ടുപോകാം. പല സ്ഥലങ്ങളിലും പ്രാർത്ഥന ആവശ്യമുണ്ട്, പല വീടുകളിൽ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഞാൻ ചോദിച്ചു, എന്തോ അവർക്ക് പ്രാർത്ഥനയ്ക്ക് വന്നാലെന്താ? അയ്യോ, അത് അവരുടെ ആ പശ്ചാത്തലമൊക്കെ വിട്ടേച്ച് അവരെന്ത് ചെയ്യത്തില്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞു, അവിടെ ചെന്നാൽ എന്താ ഗുണം? അല്ല, അവരോട് നമുക്ക് പറയുകയും, ശരിക്കും എനിക്ക് മനസ്സിലായി ഇതൊന്നുമല്ല, നമ്മളവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെന്തെങ്കിലും കൈമടക്ക് തരും. ഹിന്ദു ബാബാമാരൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഞാനും ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് ഇവൻ പറയുന്നത്. അങ്ങനെ ഞാൻ കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിതത്തിൽ അവൻ്റെ അടുത്ത് എനിക്ക് സുവിശേഷം പറയാൻ പറ്റത്തില്ല. കാര്യം അവൻ എന്നെ ഒരു ഹിന്ദു ബാബ പോലെ ചിന്തിക്കത്തുള്ളൂ. കാര്യം ബാബാമാരെല്ലാം ഈ വീടുകളിൽ ചെല്ലും, ഓം ഹ്രീം ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കാശ് വാങ്ങിച്ചുകൊണ്ട് പോകും. അതിന് പോലെ നമ്മൾ സ്വത്രം പറഞ്ഞു വെച്ച് കാശ് വാങ്ങിച്ചുകൊണ്ട് പോരും. ഐ എം നോട്ട് ജോക്കിങ്. സുവിശേഷത്തിന് വിഘ്നം വരാതിരിക്കേണ്ടതിന് ആസ് ഫാർ ആസ് പോസിബിൾ ഡോണ്ട് റിസീവ് മണി ഫ്രം ആൻ അൺബിലീവർ. യേശുവിനെ അംഗീകരിക്കാതെ, എൻ്റെ ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങൾ അങ്ങനെയുണ്ട്. യേശുവിനെ അംഗീകരിക്കുന്നവരിൽ നിന്ന് തന്നെ പണം വാങ്ങിക്കുന്നത് പ്രയാസപ്പെട്ട ഞാൻ. കാര്യം സുവിശേഷത്തിന് വിഘ്നം വരുമെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ഐ നെവർ റിസീവ്. ഞാൻ മാറാത്ത എത്രയോ ചെക്കുകളുണ്ട്, എത്രയോ പേരുടെ പണം ഞാൻ നിഷേധിച്ചിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വിഘ്നം വരും എന്ന് ചിന്തിച്ചിട്ടാണ്. കിട്ടുന്ന എല്ലാവരിൽ നിന്നും വാങ്ങിക്കുന്നതല്ല, കിട്ടുന്ന എല്ലാവരിൽ നിന്നും വാങ്ങിച്ച് എങ്ങനെയെങ്കിലും ആരോ ഒരാളിങ്ങനെ പ്രസംഗിച്ച കൂട്ടത്തിൽ പ്രസംഗിക്കുമല്ലോ, സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി സാത്താൻ പണം തന്നാലും ഞാൻ വാങ്ങിക്കുമെന്നു. സാത്താൻ പണം അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ പണം അവൻ തരും. കാര്യം പറയുന്ന സുവിശേഷം അവൻ്റെ ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി സാത്താൻ തന്നാലല്ല, അവിശ്വാസികൾ തന്നാലും പോട്ടെ, വിശ്വാസികളെന്ന് പറയുന്നവർ തന്നെ സുവിശേഷത്തിന് വിഘ്നമുണ്ടാക്കുന്ന നിലയിലാണെങ്കിൽ ഞാൻ വാങ്ങിക്കത്തില്ല. കാരണം സുവിശേഷത്തിന് വിഘ്നമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. പോൾ വാസ്തവത്തിൽ
ഈ അധികാരം ഉപയോഗിക്കാഞ്ഞതിൻ്റെ കാരണം കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. എന്താണ്? സുവിശേഷത്തിന് വിഘ്നം വരാതിരിക്കേണ്ടതിന്. പ്രിയമുള്ളവരെ, അത് പോളിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ, അതായത് പോളിന് എങ്ങനെയും ജീവിക്കാം. ഞാൻ സമൃദ്ധി, പോൾ പറയാണ്, ഞാൻ സമൃദ്ധിയിലിരിക്കാൻ പഠിച്ചിട്ടുണ്ട്, താഴ്ചയിലിരിക്കാനും എനിക്കറിയാം. ഞാൻ ചിലപ്പോൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പണമില്ലായിരുന്നിട്ടുണ്ട്, പലവട്ടം പട്ടിണി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, പലവട്ടം പട്ടിണി. ഈ മനുഷ്യൻ പട്ടിണിയും കിടന്നു. ഇത്രയും ധനികനായ മനുഷ്യൻ പലവട്ടം എന്ത് ചെയ്യേണ്ടി വന്നു? പട്ടിണി കിടക്കും. ഉപവാസം എടുത്ത കാര്യമല്ല പറയുന്നത്, പട്ടിണി, ഉറക്കിളപ്പ്, കഷ്ടത, നഗ്നത, ഇതെല്ലാം അനുഭവിച്ചു ഈ മനുഷ്യൻ. ഒരു വാക്ക് പറഞ്ഞാൽ അവനെ സഹായിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉള്ളപ്പോഴായിരിക്കണം ഇവൻ പട്ടിണി കിടന്നത്. എന്തുകൊണ്ട് അവനത് ഉപയോഗിച്ചില്ല? സുവിശേഷത്തിന് വിഘ്നം വരാതിരിക്കേണ്ടതിന്. സുവിശേഷത്തിന് വിഘ്നം വരാതിരിക്കേണ്ടതിന്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ സുവിശേഷീകരണമായിട്ട് ബന്ധപ്പെടുമ്പോഴെല്ലാം നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. സുവിശേഷത്തിന് വിഘ്നം വരുന്ന ഒരു പ്രവൃത്തി എൻ്റെ പക്കൽ നിന്ന് ഉണ്ടാകുവാൻ പാടില്ല. സുവിശേഷത്തിന് വിഘ്നം വരുന്ന ഒരു നിലയിൽ ഞാൻ പണം സ്വീകരിക്കാൻ പാടില്ല. സുവിശേഷത്തിന് വിഘ്നം വരുന്ന രീതിയിൽ ഒരു മാനം സ്വീകരിക്കാൻ പാടില്ല. മാനവും സംടൈംസ് നമ്മളെ ബഹുമാനിക്കാൻ ഒത്തിരി പേര് വരുമായിരിക്കും, അവാർഡ് തരാനും പൊന്നാട അണിയിക്കാനും ഒക്കെ ആൾക്കാർ വരുമായിരിക്കും. എന്തിനാണ് ഇതൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇതൊക്കെ മനുഷ്യൻ കൊണ്ട് നീട്ടുന്നത്? എന്തിനാണ്? നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ്, അല്ലേ? നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ. അതല്ല ദൈവം നമ്മളെക്കുറിച്ച് ചെയ്യുക. സുവിശേഷത്തിന് വിഘ്നം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഈ അവകാശങ്ങൾ ഒന്നും പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം. ഒരവകാശമുണ്ടെങ്കിൽ അത് പ്രയോഗിച്ചിരിക്കും, അത് ഉപയോഗിച്ചിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു സബ്സിഡി, ബിഷോയത്ത്, നമ്മളുടെ ഒറീസയിലെ മിഷനറി ബിഷോയത്തിനോട് പറഞ്ഞു, അദ്ദേഹം ഒരു വീട്ടിൽ ഒരു ഗ്രാമത്തിൽ പോയി, ഒരു ഇൻറ്റീരിയർ ഗ്രാമത്തിലാണ്, ഒരു 100 ഏക്കർ വസ്തു ഉള്ള ഒരു മനുഷ്യൻ, 100 കണക്കിന് ആടുകളും മാടുകളും അതുപോലെ നല്ല വീടും ഈ വക എല്ലാ കാര്യങ്ങളും ഉള്ള നല്ല പ്രായമുള്ള മനുഷ്യൻ, മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. അദ്ദേഹം അവിടെ ചെന്നു, സുവിശേഷമൊക്കെ, അല്ലെങ്കിൽ അവിടെ ഒരു ചർച്ചുണ്ട്, ആ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വൈകിട്ട് കിടന്നത് ഈ മനുഷ്യൻ്റെ വീട്ടിൽ. രാവിലെ എണീറ്റപ്പോൾ ഈ മനുഷ്യനെ കാണാനില്ല. ഏത്? ഈ 100 കണക്കിന് ആടുമാടുകളൊക്കെ ഉള്ള ആ ധനികനായ വ്യക്തിയെ കാണാനില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു ചാക്ക് അരിയും കൊണ്ട് വന്നിരിക്കുന്നു. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ, അല്ല, BPLകാർക്ക്, ബിലോ പോവർട്ടി ലൈനിലുള്ളവർക്കുണ്ടല്ലോ, 25 കിലോ അരി കൊടുക്കുന്നത്, അത് വാങ്ങിക്കാൻ പോയതാണ്. $2500 ക്വിൻ്റൽ നെല്ലൊരു പക്ഷേ അദ്ദേഹത്തിന് കാണും. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ആരുടെ കൂട്ടത്തിലാണ്? BPL. കാര്യം അദ്ദേഹം ശമ്പളക്കാരനല്ല, ജോലിക്കാരനല്ല, BPL. പോയിരിക്കുകയാണ്. ഈ 2500 ക്വിൻ്റൽ അരി കയ്യിലുള്ളവൻ പോയിരിക്കുകയാണ് 25 കിലോ അരി വാങ്ങിക്കാൻ. കിട്ടുന്നത് എന്തിനാ കളയുന്നത്? നമ്മിൽ മിക്കവരുടെയും ചിന്ത എന്താണെന്നല്ലേ, കിട്ടുന്നത് എന്തിനാ കളയുന്നത്? ഇത് എല്ലാവർക്കും ഉള്ളൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് പല സമയത്തും നമ്മൾ പറയുമല്ലോ, നമ്മുടെ ഈ മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ്. എക്കണോമിക്സിലെ മാക്സിമം യൂട്ടിലൈസേഷൻ എന്ന് പറയാറുള്ള ഒരു വാക്കുണ്ട്. മാക്സിമം യൂട്ടിലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതിൻ്റെ യൂട്ടിലിറ്റി, അതിൻ്റെ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക. ഒരു പ്രോഡക്റ്റിൻ്റെ യൂട്ടിലിറ്റി, അതിൻ്റെ മാക്സിമം ഉപയോഗിക്കുക. നമ്മളൊരു ഓട്ടോറിക്ഷക്കാരനെ കൂലി പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വീടിനകത്തോട്ടത് കയറ്റാൻ പറ്റുമോ നമ്മൾ നോക്കുന്നത്, അല്ലേ? അല്ലാതെ എത്ര മോശമാണെങ്കിൽ നമ്മൾ അത്ര കൂലി കൊടുക്കുന്നില്ല, നമ്മൾ പൈസ കൊടുക്കുന്നില്ല, ഇമ്മാണോ? അപ്പോൾ പൈസ കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഒരു പ്രോബ്ലമാണ്, വലിയൊരു പ്രോബ്ലമാണ്. അതുകൊണ്ട് എന്താണെന്നറിയാമോ, നമ്മളെപ്പോഴും ചെലവാക്കാനായിട്ടല്ല നോക്കുന്നത്, എങ്ങനെ നമുക്ക് കൂടുതൽ ലഭിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. എന്നാൽ സുവിശേഷ വേലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്കെങ്ങനെ ചിലവാക്കാൻ പറ്റും, എനിക്കെങ്ങനെ ചിലവാകാനായിട്ട് പറ്റും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, തനിക്കും സ്വന്തം കുടുംബത്തിനും വേണ്ടി കരുതാത്തെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പശ്ചാത്തലം അതാണ്. എനിക്ക് 10 വിധവമാരെ നോക്കാനുള്ള സമ്പത്ത് എനിക്കുണ്ടെങ്കിലും സഭയിലൊരു വിധവാ ഫണ്ട് ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ അതുകൂടെ അമ്മച്ചിക്ക് ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജ് മാക്സിമം ഉപയോഗിക്കുക. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. പോൾ പറയുകയാണ്, ഞാൻ എൻ്റെ അവകാശങ്ങളെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ദൈവനാമം അപമാനിക്കപ്പെടാതിരിക്കാനായിട്ട് ഞാൻ എല്ലായ്പ്പോഴും പരിശ്രമിച്ചു. അതിനുവേണ്ടി ഞാനൊരു പക്ഷേ കഷ്ടം സഹിക്കേണ്ടി വന്നു. അതിനുവേണ്ടി
എന്താണ്, ഞാൻ സുവിശേഷ പ്രവർത്തനം നടത്തുകയും പകലെല്ലാം പണിയെടുത്തിട്ട് ഈവനിങ്സ് ആകുമ്പോഴത്തേക്ക് എനിക്ക് ഓടി വന്ന് ആ സുവിശേഷം പ്രസംഗിക്കുകയും വൈകുന്നേരങ്ങൾ മീറ്റിംഗ് നടത്തുകയും എൻ്റെ ആരോഗ്യം പോലും നോക്കാതെ എനിക്ക് പണിയെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമേ കൊരിന്ത്യ സഭ സുവിശേഷത്തെ കണ്ടുള്ളൂ. അതുകൊണ്ട് സുവിശേഷത്തിന് വിഘ്നം വരാതിരിക്കേണ്ടതിന് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 2 കൊരിന്ത്യൻസ് 11-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ മക്കതോന്യരാണ് എൻ്റെ ബുദ്ധിമുട്ട് തീർത്തത്. മക്കതോന്യരാണ് എൻ്റെ ബുദ്ധിമുട്ട് തീർത്തെന്നാണ് പറയുന്നത്. അതായത് മക്കതോന്യ സഭകളെക്കുറിച്ച് 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 8 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ ചാപ്റ്റർ 8-ൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മക്കതോന്യ സഭകളുടെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിനശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അപ്പം കൊരിന്ത്യ സഭ താരതമ്യേന പൈസ ഉള്ള സഭയാണ്. പക്ഷേ മക്കതോന്യ സഭകൾ എങ്ങനെയുള്ളതാണ്? മഹാദാരിദ്ര്യം എന്ന് എഴുതിയിരിക്കുന്നത്. മഹാദാരിദ്ര്യം. ഈ പണക്കാരുടെ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ പൗലോസിനെ സഹായിച്ചത് ആരാണ്? മഹാദാരിദ്ര്യത്തിൽ കഴിയുന്ന മക്കതോന്യ സഭകളാണ്, ഇല്ലേ? 11-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പോള് പറയുന്നു, 8-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റ് സഭകളെ കവർന്ന് അവരോട് ചെലവിന് വാങ്ങി നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായാറേ. അപ്പം കൊരിന്ത്യ സഭയിൽ ഇരുന്നപ്പോൾ എന്തുണ്ടായി? മുട്ടുണ്ടായാറെ ഞാൻ ഒരുത്തിനെയും ഭാരപ്പെടുത്തിയില്ല. കാര്യം നാളെ ആരും പറയരുത് അവനും വന്ന് പണപ്പിരിവ് തുടങ്ങുന്നു. അതുകൊണ്ട് മക്കതോന്യയിൽ നിന്ന് വന്ന സഹോദരന്മാരത്ര എൻ്റെ മുട്ടു തീർത്തത്. ഞാൻ ഒരു വിധേനയും നിങ്ങൾക്ക് ഭാരമായി തീരാതെ വണ്ണം സൂക്ഷിച്ചു, മേലാലും സൂക്ഷിക്കും. ഹല്ലേലൂയ. ഇതിനർത്ഥം എന്താണ്? ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ. ഞാൻ പണപരമായ കാര്യത്തിലോ മറ്റുള്ള കാര്യങ്ങളിലോ സുവിശേഷത്തിന് ഒരു വിഘ്നം ഉണ്ടാക്കുകയില്ല. സുവിശേഷത്തിനൊരു വിഘ്നം ഉണ്ടാക്കുകയില്ല. അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യാനായിട്ട്, അതിനുവേണ്ടി എത്ര കഷ്ടം സഹിക്കാനും നമ്മൾ തയ്യാറായിരിക്കണം. എത്ര കഷ്ടം സഹിക്കാനും. ഹല്ലേലൂയ. രാജു എബനേസർ എന്ന് പറയുന്ന ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ 18-ാമത്തെ വയസ്സിൽ എഴുതിയ ഒരു പാട്ട്, ഞാൻ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് രാജു എബനേസർ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ചിൽ, കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ ചർച്ചുണ്ട്, ആ ചർച്ചിൽ ഞാൻ പോയിരുന്നു. അന്ന് അദ്ദേഹം ആ പാട്ട് പാടി. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഒരു ടീനേജ് ബോയ് ആയിരുന്ന സമയത്ത് അദ്ദേഹം ഈ പാട്ട് പാടുന്നത്. ആ പാട്ടിനകത്ത് ഈ സുവിശേഷീകരണത്തിന് അതിനകത്ത് ഒരു വാക്ക് എന്നെ വളരെ സ്വാധീനം. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. നമുക്കതിനു വേണ്ടി ചിലവാക്കാം, ചിലവായിടാം. ബട്ട് സ്റ്റിൽ യു ട്രൈ ടു ഹിയർ ദാറ്റ് സോങ്. ഈ പാട്ട് നിങ്ങൾ പഠിക്കണം. വളരെ മനോഹരമായൊരു ഗാനമാണ്. ഇതിൻ്റെ ഓരോ സ്റ്റാൻസായും നമ്മൾ എത്രമാത്രം സ്പർശിക്കുന്നു. പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ എന്ത് ചെയ്തു? അവൻ എല്ലായ്പ്പോഴും ചിലവാക്കാനും ചിലവായിടാനുമായിട്ട് നോക്കി. അവൻ പണം നോക്കിയില്ല, പദവികൾ നോക്കിയില്ല, യാതൊരു കാര്യങ്ങളും അവൻ ശ്രദ്ധിച്ചില്ല. അതൊന്നും ആയിരുന്നില്ല. അവൻ ഇൻവെസ്റ്റ് ചെയ്തത് ജനങ്ങളിലായിരുന്നു. അതുകൊണ്ട് അവൻ പറയുകയാണ്, എൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ മുദ്ര നിങ്ങൾ അല്ലയോ? എൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ മുദ്ര നിങ്ങളല്ലയോ? പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ ശുശ്രൂഷയുടെ മുദ്ര എന്ന് പറയുന്നത് അവൻ കർത്താവിലേക്ക് നേടിയ ജനങ്ങളാണ്. ഒരു വ്യക്തിയുടെ മുദ്ര എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ അവൻ്റെ ശുശ്രൂഷയുടെ, അതെന്ത് ശുശ്രൂഷ, അവൻ്റെ മുദ്ര എന്ന് പറയുന്നത് അവൻ കർത്താവിലേക്ക് നടത്തിയ ആളുകളാണ്, കർത്താവിലേക്ക് വളർത്തിയ ആളുകളാണ്. കർത്താവിലേക്ക് നടത്തുകയും കർത്താവിലേക്ക് വളർത്തുകയും, ഇതിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ ശുശ്രൂഷ പരമേൽപ്പിച്ചിരിക്കുന്നത്. സുവിശേഷകനും ബാക്കിയുള്ള എല്ലാ ശുശ്രൂഷകളുടെയും അടിസ്ഥാന ഘടകം എന്താണ്? നമ്മൾ കർത്താവിലേക്ക് ആളുകളെ നടത്തുക. അതിൻ്റെ അടുത്ത പടി എന്താണ്? കർത്താവിൽ അവരെ വളർത്തുക. അങ്ങനെ ഞാൻ നടത്തുകയും വളർത്തുകയും ചെയ്ത ആളുകളാണ് എൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ മുദ്ര എന്ന് പറയുന്നത്. അത് വേറെ പദവിയല്ല. ഇപ്പോഴത്തെ അപ്പോ എന്ന് എഴുതിയ ഉടനെ ഒരുത്തരും അപ്പോസ്തോലനാകത്തില്ല. അവൻ്റെ പിന്നിൽ ആര് വേണം? അവൻ നടത്തുകയും അവൻ വളർത്തുകയും ചെയ്തതായ ജനങ്ങളാണ് നമ്മുടെ അപ്പോസ്തോലത്വത്തിൻ്റെ മുദ്ര. അത് ചില്ലറ കാര്യം കൊണ്ട് നടക്കത്തില്ല. അത് നടക്കണമെങ്കിൽ ചിലവാക്കുകയും ചിലവാകുകയും വേണം. പലപ്പോഴും നമുക്ക്
ഉള്ള പദവികൾ, നമുക്ക് ലഭ്യമായ പലപ്പോഴും അവകാശങ്ങൾ വേണ്ടാന്ന് വെക്കാൻ പഠിക്കണം, ഉപേക്ഷിക്കാനായിട്ട് പഠിക്കണം. ദൈവം നമുക്ക് നൽകുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ നൽകുമ്പോഴും ഒരു പക്ഷേ സുവിശേഷത്തിന് വിഘ്നം വരുമെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങളെ ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഒരു അപ്പസ്തോലനാകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ശുശ്രൂഷകനാകാനായിട്ട് പറ്റത്തുള്ളൂ. ജനങ്ങളെ സ്നേഹിക്കുന്നവന് മാത്രമേ ശുശ്രൂഷകനാകാൻ പറ്റത്തുള്ളൂ. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവന് മാത്രമേ ശുശ്രൂഷകനാകാൻ പറ്റുകയുള്ളൂ. പത്രോസിനോട് കർത്താവ് ഏറ്റവും ഒടുവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പത്രോസേ, വലിയ മീൻപിടുത്തം കൊടുത്തിട്ടാണ് പറയുന്നത്, 153 വലിയ മീൻ കൊടുത്തിട്ട് ചോദിക്കുകയാണ്, നീ ഇവയിലധികമായി, ഇവരിലധികമായെന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷേ അതല്ല കറക്റ്റ് ട്രാൻസ്ലേഷൻ. ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലാതെ ബാക്കി 11 അപ്പോസ്തലന്മാരെക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നല്ല അവിടുത്തെ ചോദ്യം. ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമുക്ക് കർത്താവ് എന്തെല്ലാം തരും? കർത്താവ് പെരുത്ത മീൻകൂട്ടം നമുക്ക് ചിലപ്പോൾ തരും, ചിലപ്പോൾ നമുക്ക് ധാരാളം പണം തരും, വാഹനങ്ങൾ തരും, വീടുകൾ തരും, ഒക്കെ തരും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചോദ്യം ഇതാണ്, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന എല്ലാത്തിനും അപ്പുറത്തായിട്ട് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വ കർത്താവേ എന്നവൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, അങ്ങനെയെങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? കുഞ്ഞാടുകളെ മേയിക്കാനുള്ള യോഗ്യത ഇവയിലധികമായി യേശുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും യേശുവിലധികമായി വസ്തുക്കളെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ യേശുവിൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുവാനുള്ള അവകാശമില്ല. ഹല്ലേലൂയ. ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് പറഞ്ഞു യെസ്. രണ്ടാമതും ചോദിച്ചു, ഇവരിലധികമായി. മൂന്നാമതും ചോദിച്ചു, 3 വട്ടം അവനോട് ചോദിച്ചു, നീ എൻ്റെ കുഞ്ഞാടുകളെ, 10 മൈ ഷീപ്പ്. പ്രിയമുള്ളവരെ, എൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ മുദ്ര എന്ന് പറയുന്നത് നിങ്ങളാണെന്ന് പോൾ പറയുന്നു. നമ്മൾ എത്ര പേരെ കർത്താവിലേക്ക് നടത്തുന്നു, എത്ര പേരെ കർത്താവിൽ വളർത്തുന്നു, അവരാണ് നിങ്ങളുടെ മുദ്ര. അതിനുവേണ്ടി ചിലവാക്കാം, ചിലവായിടാം. പാളയത്തിൻ പുറത്തായി നിന്ന് ചുമന്നുകൊണ്ട് സാക്ഷികളിൻ നടുവിൽ ധീരരായി ഗമിച്ചിടാമേ. നമുക്ക് വേണ്ടി പാടുകളേറ്റ ആ പാപമില്ലാത്ത പരിശുദ്ധൻ്റെ പാതയെ, അവൻ്റെ പാത, വേറെ പാതയൊന്നുമല്ല, ആ ക്രൂശിൻ്റെ പാതയെ, പാപിയെ നേരിടുവാൻ ക്രൂശിൽ തൻ ജീവൻ വെച്ച രക്ഷകനാം നാഥൻ്റെ രക്ഷണ്യ വേല ചെയ്യാം. 1000 പാപത്തിൽ നശിച്ചിടുമ്പോൾ ക്രൂശിൽ നിവർത്തിച്ചതാം സുവിശേഷം ഘോഷിച്ചിടാം. അതിനുവേണ്ടി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ അവകാശങ്ങളൊക്കെ മാറ്റിവെക്കാം, നമുക്കുള്ള പദവികൾ മാറ്റിവെക്കാം. ഒരുപക്ഷെ നമുക്ക് കർത്താവ് തന്ന പല കാര്യങ്ങളും, കർത്താവ് തന്നത്, നമ്മുടെ എല്ലാ സൗകര്യങ്ങളും ആര് തന്നതാണ്? കർത്താവ് തന്നെ. അതിൻ്റെ ഉപേക്ഷണം പോലും പലപ്പോഴും കർത്താവ് ആവശ്യപ്പെടും. എന്തിനു വേണ്ടി? സുവിശേഷത്തിന് വേണ്ടി ചിലവാകാനും ചിലവാക്കാനും ചിലവായിപ്പോകാനും. നമ്മൾ ചിലവാക്കാമെന്ന് പറയുന്നത് നമുക്കുള്ളത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ചിലവാക്കുന്നത്. ചിലവാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇല്ലാതെയാകുമ്പോഴാണ് ചിലവാകുന്നത്. ചിലവാക്കുന്നത് എന്താണ്? നമുക്കുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ, പണം കൊടുക്കുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ചിലവാക്കുകയാണ്. എന്നാൽ ചിലവാകുക എന്ന് പറയുമ്പോൾ എൻ്റെ ആരോഗ്യവും എൻ്റെ അധ്വാനവും എൻ്റെ സമയവും എൻ്റെ ജീവിതവും ഞാൻ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഞാൻ സുവിശേഷത്തിന് വേണ്ടി ചിലവാകുകയാണ്. ഇന്ന് പകലിൽ ചിലവാകുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. എത്ര പേര് ദൈവസന്നിധിയിൽ ചിലവാക്കാനും ചിലവാകുവാനും, എൻ്റെ സമയവും എൻ്റെ പണവും എൻ്റെ അധികാരവും എൻ്റെ ഇൻഫ്ലുവൻസും എൻ്റെ ജീവിതവും എല്ലാം കർത്താവിന് കൊടുക്കാനായിട്ട്? നിങ്ങൾ എത്ര കൊടുക്കുന്നു എന്നുള്ളതല്ല, എത്ര ബാക്കിയുണ്ടെന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. നിങ്ങൾ എത്ര സമയം കർത്താവിന് വേണ്ടി അധ്വാനിച്ചു എന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങൾ എത്ര സമയം കർത്താവിന് വേണ്ടി അധ്വാനിക്കാതെ നിങ്ങൾക്ക് വേണ്ടി സ്വയം മാറ്റിവെച്ചു എന്നുള്ളത്. നിങ്ങൾ എത്ര ആരോഗ്യം ദൈവത്തിന് കൊടുത്തു എന്നുള്ളതല്ല, എത്ര ആരോഗ്യം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചു എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. നിങ്ങൾ എത്ര പണം കർത്താവിന് വേണ്ടി കൊടുത്തു എന്നുള്ളതല്ല, നിങ്ങൾ എത്ര പണം മാറ്റിവെച്ചു എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. ഇന്ന് കർത്താവിന് പറയാം, കർത്താവേ, സുവിശേഷത്തിന് വിഘ്നം വരുന്ന ഒന്നും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകത്തില്ല. സുവിശേഷത്തിന് വിഘ്നം വരുന്ന ഒന്നും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകത്തില്ല. ഞാൻ ചിലവാക്കാനും ചിലവാകുവാനും തീരുമാനിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാമോ? കർത്താവേ, ചിലവാകുവാൻ പണം, എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ സൗകര്യങ്ങൾ നീ തന്നത്, അതെല്ലാം സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ,
എൻ്റെ കാറിൽ ആളുകൾ വന്ന് യോഗത്തിന് വരട്ടെ, ഞാൻ പോയി കൊണ്ടുവന്നോളാം. എൻ്റെ വീട്ടിൽ എൻ്റെ അയൽക്കാർ വന്ന് ഇരുന്ന് സുവിശേഷം കേൾക്കട്ടെ, ഞാൻ എൻ്റെ വീട് തുറന്നു കൊടുക്കാം. കർത്താവേ, എൻ്റെ പണം അവരെ സഹായിക്കാനായിട്ട് ഞാൻ ചെലവഴിച്ചോളാം. എൻ്റെ സമയം ഞാൻ ആശുപത്രികളിലും തെരുക്കോണുകളിലും സ്കൂളുകളിലും ഒക്കെ ചെന്ന് എൻ്റെ സമയം ഞാൻ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തോളാം. എൻ്റെ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാം, എൻ്റെ പണം ഞാൻ സ്പെൻഡ് ചെയ്യാം, എൻ്റെ ആരോഗ്യം ഞാൻ സ്പെൻഡ് ചെയ്യാം. എനിക്ക് ചിലവാകുകയും വേണം. കരങ്ങളെ ഒന്ന് ഉയർത്തി തന്നെ പറ, കർത്താവേ, ചിലവാകുവാനും ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് തടസ്സം വരുന്ന ഒന്നും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാതെ, ഹല്ലേലൂയ, സുവിശേഷത്തിന് യാതൊരു അപമാനവും വരുവാൻ ഞാൻ മുഖാന്തരം ഇടവരുത്തുകയില്ല. പണത്തിൻ്റെ കാര്യത്തിലോ പദവികളുടെ കാര്യത്തിലോ കസേരയുടെ കാര്യത്തിലോ ഞാൻ പിടിവാശിക്ക് പോകത്തില്ല. ഞാനത് ഒരിക്കലും ഒരു കാര്യമായി ചിന്തിക്കത്തില്ല. എന്നെക്കുറിച്ച് ഒരിക്കലും ആളുകൾ അവൻ പണത്തിൻ്റെ പുറകെ പോകുന്നവൻ, കസേരയുടെ പുറകെ പോകുന്നതിന് എന്നെക്കുറിച്ച് പറയത്തില്ല. ഹല്ലേലൂയ. സുവിശേഷത്തിന് വിഘ്നമുണ്ടാകുന്നതൊന്നും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകത്തില്ല. എൻ്റെ ഈഗോയെ ഞാൻ തകർത്ത് കളയുകയാണ്. കർത്താവേ, സുവിശേഷത്തിന് വിഘ്നമുണ്ടാകാൻ ഞാൻ പറഞ്ഞു, ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കത്തില്ല. കാരണം സുവിശേഷത്തിന് വിഘ്നമുണ്ടാകുന്ന ഒരു ഈഗോയും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകത്തില്ല. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അയാൾ എൻ്റെ കർണത്തടിച്ചാലും സുവിശേഷത്തിന് വിഘ്നമുണ്ടാകുന്ന ഒരു വാക്ക് എൻ്റെ വായിൽ നിന്നുണ്ടാകത്തില്ല. ഞാൻ ചിലവാകാനും ചിലവാക്കുവാനും തീരുമാനിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.